विदिताखिल शास्त्र सुधा जलधे महितोपनिषत् कथितार्थ निधे हृदये कलये विमलं चरणं भवशङ्कर देशिकमे शरणम् करुणावरुणालय पालय मां भवसागर दुःखविदून हृदं रचयाखिल दर्शन तत्त्वविदं भवशङ्कर देशिकमे शरणं. ശ്രീ ഗുരുഭ്യോ നമഃ. ഇനി നമുക്ക് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള് പുസ്തകം വായിച്ചിട്ടൊന്ന് വരികളിലൂടെ ഒന്ന് നോക്കാം. താനിച പ്രമാണാനി ഷട് പ്രത്യക്ഷ അനുമാന ഉപമാന ആഗമ അർത്ഥാപത്യനുപലബ്ധി ഭേദാത് തത്ര പ്രത്യക്ഷ പ്രമായാഹ കരണം പ്രത്യക്ഷ പ്രമാണം എന്നുണ്ട്. ഇത് എല്ലാവർക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. പ്രത്യക്ഷ പ്രമയ്ക്ക് അസാധാരണമായ കാരണം എന്തൊന്നുണ്ടോ അതാണ് പ്രത്യക്ഷ പ്രമാണം. പ്രത്യക്ഷ പ്രമാണം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ഇന്ദ്രിയങ്ങളെയാണ് പ്രത്യക്ഷ പ്രമാണം എന്ന് വിളിക്കുന്നത്. കാരണം പ്രത്യക്ഷ പ്രമയ്ക്ക് അസാധാരണമായ കരണമാണ് ഇന്ദ്രിയങ്ങൾ. അപ്പൊ പ്രത്യക്ഷ പ്രമ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയണം. അപ്പൊ മറുപടി പറയുന്നു നോക്കൂ. പ്രത്യക്ഷ പ്രമാചാത്ര ചൈതന്യമേവ. പ്രത്യക്ഷ പ്രമാചാത്ര ചൈതന്യമേവ എന്നുള്ള വാക്യത്തിന് എന്താ അർത്ഥം? ആത്മസ്വരൂപം തന്നെയാണ് പ്രത്യക്ഷ പ്രമ എന്നാണ് അതിനർത്ഥം. ഇതാണ് ഞാൻ ആദ്യം മുതൽക്കേ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ അറിവ് എന്ന് പറയുന്നത് ആത്മസ്വരൂപത്തെ തന്നെയാണ് നമ്മൾ അറിവ് എന്ന് പറയുന്നത്. അതില് പ്രത്യക്ഷ പ്രമ എന്ന് എടുത്തു പറയാൻ കാരണം എന്താണ്? ജ്ഞാനം ആത്മസ്വരൂപമേവ. ഇവിടെ ചൈതന്യമേവ എന്നുള്ളതിന് ആത്മസ്വരൂപ ചൈതന്യം എന്ന അർത്ഥമാണ്. ചൈതന്യമേവ എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപ ചൈതന്യം എന്നർത്ഥം. ആത്മസ്വരൂപമാകുന്ന ചൈതന്യം. അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസ്വരൂപ ചൈതന്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ പോരെ. പ്രത്യക്ഷ പ്രമ എന്ന് എടുത്തു പറയാൻ കാരണം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആത്മസ്വരൂപ ചൈതന്യമാകുന്ന ജ്ഞാനം സ്വന്തം നിലയ്ക്ക് എപ്പോഴും അത് പ്രത്യക്ഷ ജ്ഞാനമാണ്. അതിന് പ്രത്യക്ഷം പരോക്ഷം എന്നൊരു വിഭാഗമില്ല. എന്താ പറഞ്ഞതിനർത്ഥം? ജ്ഞാനത്തിന് പ്രത്യക്ഷജ്ഞാനമെന്നും പരോക്ഷജ്ഞാനമെന്നും വിഭാഗം വരുന്നത് ഈ പ്രമാണങ്ങളെ അവലംബിച്ചാണ്. പ്രമാണങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ചാണ്. പ്രമാണങ്ങളുടെ പ്രവൃത്തിക്ക് അനുസരിച്ച് എങ്ങനെയാണ് ആ പ്രത്യക്ഷ പരോക്ഷ വിഭാഗം വരുന്നത് എന്നുള്ളത് പിന്നീട് പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് ആദ്യം നമ്മൾ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ആത്മസ്വരൂപം തന്നെയാണ് ജ്ഞാനം എന്ന് അല്ലേ പറഞ്ഞു വെച്ചത്. ആത്മസ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്രകാശമായ ആത്മസ്വരൂപം എന്നർത്ഥം. ഇത് ഈ ആത്മസ്വരൂപമായ പ്രകാശം പരോക്ഷമാണോ അപരോക്ഷമാണോ? അപരോക്ഷമാണ്. എന്ന് വെച്ചാൽ പ്രത്യക്ഷ സ്വരൂപമാണത്. അതിന് പ്രത്യക്ഷമെന്നും പരോക്ഷമെന്നും വിഭാഗമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വാസ്തവത്തിലുള്ള ജ്ഞാനം എന്ന് പറയുന്ന പദാർത്ഥം എന്താണോ അതിന് പ്രത്യക്ഷമെന്നും പരോക്ഷമെന്നും വിഭാഗമില്ല എന്ന് വന്നു ചേർന്നു. ആത്മസ്വരൂപം തന്നെയാണ് ജ്ഞാനം എന്നിരിക്കെ ആത്മസ്വരൂപമാകട്ടെ അപരോക്ഷ സ്വപ്രകാശ രൂപമാണ് എന്നിരിക്കെ ആത്മസ്വരൂപഭൂതമായ ജ്ഞാനം ഒരു പ്രത്യക്ഷ ജ്ഞാനമാണോ അതോ പരോക്ഷ ജ്ഞാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പ്രത്യക്ഷ ജ്ഞാനം തന്നെയാണ് എന്ന് പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ചില ജ്ഞാനങ്ങളെ നമ്മൾ പരോക്ഷ ജ്ഞാനങ്ങളെന്നും ചിലതിനെ മാത്രം പ്രത്യക്ഷ ജ്ഞാനങ്ങളെന്നും വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് പിന്നീട് വ്യത്യാസം എന്താണെന്ന് പറയണം. ഒക്കെ ഈ പ്രമാണ വ്യാപാരവും വൃത്തിയും ഒക്കെ വെച്ചിട്ട് വേണം ഈ വിഭാഗങ്ങളൊക്കെ തിരിക്കാൻ. സ്വരൂപേണ അതിന് നോക്കിക്കഴിഞ്ഞാൽ വിഭാഗം തന്നെ ഇല്ല. എല്ലാ ജ്ഞാനവും പ്രത്യക്ഷമാണെന്ന് പറയേണ്ട അവസ്ഥയാണ്. ആത്മസ്വരൂപമാണ് ജ്ഞാനമെങ്കിൽ എല്ലാ ജ്ഞാനവും ആത്മസ്വരൂപമാണോ? അതെ. അങ്ങനെയാണെങ്കിൽ ആത്മസ്വരൂപഭൂതമായ ജ്ഞാനം എപ്പോഴും പ്രത്യക്ഷ ജ്ഞാനമാവണ്ടേ? കാരണം ശ്രുതിയുണ്ട്, യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. ആത്മസ്വരൂപം
സാക്ഷാത് അപരോക്ഷമാണ്. എന്ന് വെച്ചാൽ അതിനെ പ്രകാശിപ്പിക്കുന്നതിന് മറ്റൊരു പ്രമാണത്തിന്റെ ആവശ്യം തന്നെ ഇല്ല. അപ്പൊ എപ്പോഴും അത് പ്രത്യക്ഷ രൂപമാണ്. അപ്പൊ ഈ പ്രത്യക്ഷ രൂപമായിരിക്കുന്ന ആത്മസ്വരൂപം തന്നെയാണ്, സ്വരൂപത്തെ തന്നെയാണ് നമ്മൾ ജ്ഞാനം ജ്ഞാനം എന്ന് വിളിക്കുന്നത് എങ്കിൽ എല്ലാ ജ്ഞാനങ്ങളും പ്രത്യക്ഷ ജ്ഞാനങ്ങളാവാനേ തരമുള്ളൂ. ചില ജ്ഞാനങ്ങൾ പരോക്ഷ ജ്ഞാനങ്ങളായിട്ടും ചില ജ്ഞാനങ്ങൾ പ്രത്യക്ഷ ജ്ഞാനമായിട്ടും ഒരിക്കലും പറയാൻ വയ്യ എന്ന അവസ്ഥ വരും. പിന്നെ എങ്ങനെയാണ് ഈ ലോകത്തെ ഈ വിഭാഗം വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ചരിത്രത്തിലേക്ക് വരണം. ലോകത്ത് അങ്ങനെ ഒരു വിഭാഗമുണ്ട്. കണ്ണ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ജ്ഞാനം പ്രത്യക്ഷ ജ്ഞാനമാണ് എന്നും ദൂരത്തിരിക്കുന്നത് ഊഹിക്കുന്നത് പരോക്ഷ ജ്ഞാനമാണ് എന്നും നമുക്ക് അറിയാം. അറിയില്ലേ? പ്രത്യക്ഷം പരോക്ഷം എന്നുള്ള വിഭാഗം അറിയില്ലേ? ലോകത്ത് പ്രത്യക്ഷ ജ്ഞാനം പരോക്ഷ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? കണ്ണ് തുറന്ന സമയത്ത് കാണുന്നതാണെങ്കിൽ പ്രത്യക്ഷ ജ്ഞാനം. കണ്ണ് മാത്രമല്ല, ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമുക്കുണ്ടാവുന്ന ജ്ഞാനങ്ങൾക്കാണ് പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറയാം. പറഞ്ഞു കേട്ടതും ഊഹിച്ചറിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പരോക്ഷ ജ്ഞാനങ്ങൾ എന്നാണ് പറയാം. ഊഹിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ജ്ഞാനം, അതിനെന്താ പേര്? അനുമിതി. അത് പരോക്ഷ ജ്ഞാനമാണ്. ആരെങ്കിലും കേട്ട് മനസ്സിലാക്കുന്നത്, പറഞ്ഞത് കേട്ട് മനസ്സിലാക്കുന്നത്, അതെന്താണ്? ശാബ്ദബോധം. അതൊക്കെ പരോക്ഷ ജ്ഞാനങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് പൊതുവെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ എല്ലാ ജ്ഞാനങ്ങളും ആത്മസ്വരൂപങ്ങളാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ജ്ഞാനത്തിന് പ്രത്യക്ഷമെന്നും പരോക്ഷമെന്നും ലോകത്ത് വിഭാഗം ഉണ്ടായത് എന്നൊരു ചോദ്യം ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ വിസ്തരിച്ച് പോകുന്നത്. കാരണം വേറൊന്നുമില്ല, ഈ ആത്മസ്വരൂപത്തെ മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ അത് എപ്പോഴും ഒരു പ്രത്യക്ഷ ജ്ഞാനത്തിന്റെ സ്വഭാവമാണ് അതിനുള്ളത്. കാരണം ആത്മസ്വരൂപം നമ്മളുടെ ഉള്ളില് പ്രകാശിക്കുന്നത് പ്രത്യക്ഷമായിട്ടാണ് പ്രകാശിക്കുന്നത്, പരോക്ഷമായിട്ടല്ല. പക്ഷെ ആത്മസ്വരൂപം പ്രകാശിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ അത് പ്രകാശിക്കുന്നുണ്ട്. അത് പ്രകാശിക്കുന്നത് കൊണ്ടാണ് സകലവും പ്രകാശിക്കുന്നത്. എന്നിരിക്കെ ഈ ആത്മസ്വരൂപത്തിന്റെ സ്വരൂപേണയുള്ള പ്രകാശം പ്രത്യക്ഷ പ്രകാശമാണ്, അതൊരു പരോക്ഷ പ്രകാശമല്ല. അങ്ങനെയാണെങ്കിൽ പ്രത്യക്ഷമെന്നും പരോക്ഷമെന്നുള്ള വിഭാഗം എങ്ങനെ വന്നു എന്നാണെങ്കിൽ ചുരുക്കത്തിൽ പറയാം. വേറൊന്നുമല്ല, ആത്മസ്വരൂപം കേവലം ആത്മസ്വരൂപം എന്നുള്ള നിലയ്ക്ക് അല്ലല്ലോ നമ്മൾ ജ്ഞാനം എന്ന് ലോകത്ത് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, പരമാർത്ഥ ദൃഷ്ടിയിൽ ആത്മസ്വരൂപം തന്നെയാണ് ജ്ഞാനമെങ്കിലും നമ്മൾ ലോകത്ത് ജ്ഞാനം എന്ന് എപ്പോഴാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഒരു വൃത്തിയിൽ പ്രതിബിംബിക്കുമ്പോഴാണ്, ഒരു അന്ധക്കരണ വൃത്തിയിൽ പ്രതിബിംബിക്കുമ്പോഴാണ് ജ്ഞാനം എന്നതിനെ വിളിക്കുന്നത്. അങ്ങനെ അന്ധക്കരണ വൃത്തിയിൽ പ്രതിബിംബിക്കുന്നത് കൊണ്ടാണ് അത് ആ ജ്ഞാനം ഉണ്ടാവുന്നു എന്നുള്ള തോന്നൽ നമുക്കുണ്ടായത്. അത് സ്വരൂപേണ ഉണ്ടാവുന്നില്ല. ആ വൃത്തി ഉണ്ടാവുന്ന സമയത്ത് ജ്ഞാനം ഉണ്ടാവുന്നു എന്നുള്ള തോന്നൽ ഉണ്ടായത് എന്താണ്? ഈ വൃത്തി വേണം എപ്പോഴും. ആ വൃത്തിയുള്ള സമയത്ത്, അന്ധക്കരണ വൃത്തിയുള്ള സമയത്താണ് നമുക്ക് ജ്ഞാനം ഉണ്ടായി എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നത്. ഈ വൃത്തിയാകട്ടെ ചില സമയത്ത് പരോക്ഷമാവും, ചില സമയത്ത് പ്രത്യക്ഷമാവും. അത് കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് പ്രത്യക്ഷ വൃത്തിയാണ്. അങ്ങനെ അല്ലാണ്ട് ഊഹിച്ചറിയുന്ന സമയത്ത് പരോക്ഷ വൃത്തിയാണ്. അപ്പൊ ഈ വൃത്തിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഈ അതിൽ അഭിവ്യഞ്ജിക്കുന്ന ചൈതന്യം ചില സമയത്ത് പ്രത്യക്ഷ ജ്ഞാനമായിട്ടും ചില സമയത്ത് പരോക്ഷ ജ്ഞാനമായിട്ടും വ്യവഹരിക്കപ്പെടുന്നത് എന്നർത്ഥം. സ്വന്തം നിലയ്ക്ക് ആ ചൈതന്യം, ആത്മസ്വരൂപ ചൈതന്യം എന്ന് പറയുന്നത് സർവദാ അപരോക്ഷമാണെങ്കിലും ആ ചൈതന്യ സ്വരൂപത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്ന വൃത്തി ചില സമയത്ത് പ്രത്യക്ഷ വൃത്തിയും ചില സമയത്ത് പരോക്ഷ വൃത്തിയുമായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോ പ്രത്യക്ഷ വൃത്തിയിൽ അഭിവ്യഞ്ജിക്കുന്ന ചൈതന്യമാണോ? അങ്ങനെയാണെങ്കിൽ ആ ചൈതന്യത്തെ പ്രത്യക്ഷജ്ഞാനം എന്ന് വിളിക്കാം. പരോക്ഷ വൃത്തിയിൽ അഭിവ്യഞ്ജിക്കുന്ന ചൈതന്യമാണോ? അങ്ങനെയാണെങ്കിൽ ആ ചൈതന്യത്തെ പരോക്ഷജ്ഞാനം എന്നും വിളിക്കാം. ഇത്രയായി. ഇനി ഒരു വൃത്തി പ്രത്യക്ഷ വൃത്തി എന്ന് എപ്പോഴാണ് പറയാൻ പറ്റുക? അത് തീരുമാനിക്കണല്ലോ. ഒരു വൃത്തിയെ, അന്ധക്കരണ പരിണാമത്തെ പ്രത്യക്ഷ വൃത്തി എന്നും പരോക്ഷ വൃത്തി എന്നും എപ്പോഴാണ് വിളിക്കാൻ സാധിക്കുക? ഈ ചോദ്യം അവിടെ നിൽക്കട്ടെ. ഈ ചോദ്യത്തിന് ഉത്തരം ഇപ്പൊ പറയില്ല, ഇത് വിസ്തരിച്ച് പറയാൻ പോവുകയാണ്. ഗ്രന്ഥത്തില് പിന്നീട് ഈ ചർച്ചയാണ് വരാൻ പോകുന്നത്. പ്രത്യക്ഷ പ്രമാചാത്ര ചൈതന്യമേവ എന്ന വരി വ്യാഖ്യാനിച്ചു.
ആത്മസ്വരൂപ ചൈതന്യം സ്വന്തം നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ കേവലം പ്രത്യക്ഷ സ്വരൂപം തന്നെയാണ്. എന്താണ് അതിന് പ്രമാണം? യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. ഈ ബ്രഹ്മചൈതന്യം തന്നെയാണല്ലോ ഉള്ളിൽ സ്ഫുരിക്കുന്നത്, അത് പ്രത്യക്ഷ രൂപമാണ്. ഇത് ശ്രുതേ അപരോക്ഷാദിത്യസ്യ അപരോക്ഷം ഇത്യർത്ഥ. ആയിക്കോട്ടെ, യത് സാക്ഷാത് അപരോക്ഷാത് എന്നുണ്ട്, അത് പഞ്ചമ്യന്ത ശബ്ദമല്ല, ആണെങ്കിൽ അതിന് അപരോക്ഷം എന്നാണ് അർത്ഥം. ശ്രുതിയിൽ അങ്ങനെയൊക്കെ മാറി വരും. അതിരിക്കട്ടെ. ഇനി ചോദ്യം ചോദിക്കുകയാണ്, നനു ചൈതന്യം അനാദി തത് കഥം ചക്ഷുരാദേഹേ തത് കരണത്വേന പ്രമാണത്വമിതി. ചോദ്യം എന്താണ് ചോദിച്ചത്? ആത്മസ്വരൂപ ചൈതന്യം തന്നെയാണ് ജ്ഞാനം എങ്കിൽ അത് ഉണ്ടാവുന്നതായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുക? ഉണ്ടാവുന്ന ഒരു വസ്തുവായിട്ട് നിങ്ങൾക്ക് അതിനെ പറയാൻ പറ്റില്ല, കാരണം അത് അനാദിയാണ്. അങ്ങനെയാണെങ്കിൽ ചക്ഷുരിന്ദ്രിയം അതിന് കരണമാണ് എന്നും പറയാൻ പറ്റില്ല. ചക്ഷുരിന്ദ്രിയം കരണമാവുന്നത് എപ്പോഴാണ്? ചക്ഷുരിന്ദ്രിയത്തിൽ നിന്ന് ഉണ്ടാകുന്ന ജ്ഞാനം എന്ന് പറയുന്ന വസ്തു ജന്യമായിട്ടുള്ള ഒന്നാണെങ്കിൽ മാത്രമേ ചക്ഷുരിന്ദ്രിയം കരണമാണെന്ന് പറയാൻ പറ്റൂ. ഇപ്പോ ദണ്ഡചക്രാദികള് ഘടത്തിന് കരണമാണെന്ന് എപ്പോഴാണ് പറയാൻ പറ്റുക? ഘടം എന്ന് പറയുന്ന വസ്തു ഉണ്ടാവുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ദണ്ഡചക്രാദികള് ഘടത്തിന് കരണമാണ് എന്ന് പറയാൻ പറ്റുന്നത്. ഇവിടെ എന്ത് വന്നു? ഇവിടെ അറിവ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞേ? അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മസ്വരൂപ ചൈതന്യമാണ്. നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല തോന്നുന്നു. നിങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കാൻ മാത്രമേ നിങ്ങൾക്ക് ശീലമുള്ളൂ. ഈ തിരിച്ചു പറയണം, അതിനുള്ള ശീലം ഉണ്ടാക്കൂ, അതിനുള്ള ശീലം ഉണ്ടാക്കൂ. ഇത് നിങ്ങളുടെ സരളമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് പറയുന്നത്. ഇനി ഇങ്ങനെ ആരും ഇരുന്ന് പറയാൻ പോകുന്നില്ല. സംസ്കൃതത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ സംസ്കൃതത്തിൽ ഞാൻ പറയാം, എനിക്ക് സംസ്കൃതത്തിൽ പറയുന്നതാണ് സൗകര്യം. നിങ്ങൾക്കത് ആ ഫോളോ ചെയ്യുന്ന ശീലം വേണം. ഇങ്ങനെ കേട്ടിരിക്കാന്ന് മാത്രമല്ല, ഈ പഠിക്കുക എന്ന് പറയുന്നത് കേട്ടിരിക്കുന്ന ഒരു പ്രക്രിയ അല്ല, അത് അതിന്റെ കൂടെ വരണത്, അപ്പോഴേ പഠിക്കലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കത് വെറുതെ ഉപയോഗമില്ലാതെയായി തീരും. നിങ്ങൾ ഇങ്ങനെ കേട്ടിരുന്ന് മാത്രം കാര്യമില്ല. ആ ശീലം മാറ്റണം എന്നാണ് ഞാൻ തുടക്കത്തിൽ പറയുന്നത്. ഈ പഠിക്കുക എന്ന് പറയുന്നത് ഒരു വൺ സൈഡ് ഒരാൾ ഇരുന്ന് പറയുക, നിങ്ങൾ അതിനെ കേട്ടിരിക്കുക. വിനയത്തോടു കൂടി കേട്ടിരുന്നുകൊണ്ട് പഠനമാവില്ല അത്. ആ പറയുന്നതിനോട് കൂടെ ഫോളോ ചെയ്യാൻ നോക്കൂ. ഞാൻ അങ്ങനെയാണല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടണം, അങ്ങോട്ട് ഫീഡ്ബാക്ക് കിട്ടണം. പ്രത്യക്ഷ പ്രമ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൈതന്യമാണ്. ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മചൈതന്യമാണ്. അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മസ്വരൂപമാണ്. വൃത്തി ഇത് മുമ്പ് പറഞ്ഞത് നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം, അപ്പൊ മാത്രമേ അതുകൊണ്ട് ഉപയോഗമുള്ളൂ. അല്ല എങ്കിൽ ഇങ്ങനെ ഒരു 7 ദിവസം കഴിഞ്ഞു പോയി, വേറെ യാതൊരു ഉപയോഗം ഉണ്ടാവാൻ പോകുന്നില്ല. ജീവിതം പഴയ പോലെ ആയിരിക്കും. അത് മനസ്സിലാവുന്ന നിങ്ങൾക്ക് ചോദിക്കാലോ. ഒരു വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ മലയാളത്തിലാണ് പറയുന്നത്, ചോദിക്കാം. അങ്ങനെ ശീലിക്കൂ, അങ്ങനെ ശീലം വരുത്തണം, എന്നാലേ ഉപയോഗമുള്ളൂ. അങ്ങനെ BA MA കഴിഞ്ഞു പോകില്ലെങ്കിൽ പറ്റുന്ന പോലെയൊക്കെ കുറെ കഴിഞ്ഞാൽ നമുക്ക് മടുക്കും, ശ്രദ്ധ പോവും എന്ന് എനിക്കറിയാം. കുറച്ച് ദൂരെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധ പോവും, വീണ്ടും തിരിച്ചു വരും. അങ്ങനെയാണ്. അത് സാറില്ല, അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ഫീഡ്ബാക്ക് തരണം. ഇല്ലെങ്കിൽ ഞാൻ പറയില്ല പിന്നീട്. ഞാൻ വെറുതെ സംസ്കൃതത്തിലേക്ക് ആക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും ഇങ്ങനെ കേട്ടിരിക്കുക മാത്രമേ വേണ്ടു വെച്ചാൽ ഞാൻ സംസ്കൃതത്തിലേക്ക് ആക്കാം. ഞാൻ ഇങ്ങനെ വഴിപാട് പോലെ പറഞ്ഞു പോവാം. അസ്യായമർത്ഥ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു പോവാം. അപ്പൊ അതുകൊണ്ട് കാര്യമില്ലാത്തതുകൊണ്ടാണല്ലോ ഈ രീതി അവലംബിക്കുന്നത്. ഇപ്പൊ ചോദിച്ച ചോദ്യം എന്താണ്? നനു ചൈതന്യം അനാദി തത് കഥം ചക്ഷുരാദേ തത് കരണത്വേന പ്രത്യക്ഷമിതി. ചൈതന്യം എന്ന് പറയുന്നത് ആത്മചൈതന്യം തന്നെയാണ് ജ്ഞാനം എങ്കിൽ ജ്ഞാനത്തിന്റെ കരണമാണ് ചക്ഷുരേന്ദ്രിയം എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ചോദ്യം ശരിയാണോ? നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലേ? കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് വെച്ചാൽ എന്താണ്? ആ കാര്യത്തെ ജനിപ്പിക്കുന്നതാണ് കരണം, അല്ലെ? അപ്പൊ ഈ ഉണ്ടാകുന്ന സാധനം ഒരു കാര്യമാണെങ്കിൽ മാത്രമല്ലേ അതിന് ഇത് കരണമാണെന്ന് പറയാൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ. അങ്ങനെ നിങ്ങൾ ഒരു മുഖത്തൊരു വ്യത്യാസം ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അതൊരു പഠിക്കലല്ല. അത് ഉണ്ടാകുന്ന സാധനം, ഈ ഉണ്ടാകുന്ന വസ്തു ഉണ്ടാവുന്നതാണെന്ന് ആദ്യം തെളിയിക്കണ്ടേ. അങ്ങനെയാണെങ്കിലല്ലേ അതിന്റെ കരണം എന്താണെന്ന് അന്വേഷിക്കാൻ പറ്റൂ. നിത്യമായ ഒരു വസ്തുവിന്റെ കരണം എന്താണെന്ന് ചോദിക്കാറുണ്ടോ ആരെങ്കിലും? ഇല്ല. ഇവിടെ നിങ്ങൾ എന്താണ് പറഞ്ഞത്? അറിവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം? വേദാന്തികളുടെ അഭിപ്രായം എന്താണ്? അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഏ പറയൂ, പറയൂ, വായ തുറന്ന് പറയൂ. ആത്മാവിന്റെ സ്വരൂപമാണ്, അങ്ങനെ പറയൂ. ആത്മാവിന്റെ സ്വരൂപം തന്നെയാണ് അറിവ്. ആത്മാവിന്റെ സ്വരൂപം തന്നെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാവ് തന്നെ എന്നർത്ഥമാണ്. ആത്മാവിന് ഉത്പത്തിയും നാശവും ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ പറയേണ്ടത്? ഇല്ല. അങ്ങനെയാണെങ്കിൽ ആത്മസ്വരൂപമായിരിക്കുന്ന ജ്ഞാനത്തിന് ഉത്പത്തിയും നാശവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ചക്ഷുരാദികള് എങ്ങനെയാണ് കരണം എന്ന് പറയാ? പ്രത്യക്ഷ ജ്ഞാനത്തിന് കണ്ണ്, മൂക്ക് മുതലായിട്ടുള്ളത് കരണമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? കാരണം ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്നും ഉണ്ടാവണ്ടേ? അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ എത്ര ദൂരെ പോയിരുന്നാൽ പറ്റില്ല, ഇങ്ങോട്ട് അടുത്തേക്ക് വരണം, ഇവിടെ ഇരിക്കണം. ക്യാമറ ഇവിടെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, ഇതുവരെ എത്തണം, എന്നാലേ ശരിയാവുള്ളൂ. എന്നാ ഉറങ്ങാതിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അത് എവിടെയോ പോയിരുന്നിട്ട് എന്തോ ആരോ ഇരുന്ന് പറയുന്നു, ആയിക്കോട്ടെ എന്ന രീതിയിൽ ഇരിക്കുമ്പോഴാണ് അതൊരു ശല്യമായി തീരുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരൂ, അല്ലാണ്ട കാര്യമില്ല. ഇത് നാളെ ഈ സിറ്റിംഗ് മാറ്റണം, ഇതല്ല അതിന്റെ രീതി. ഞാൻ ഒരു വാക്യം പറഞ്ഞാൽ നിങ്ങൾ അടുത്ത വാക്യം ഇങ്ങോട്ട് പറയണം, അപ്പോഴേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല. ഇതൊരു പ്രഭാഷണമല്ല അത്, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അപ്പോ ശരി, ചൈതന്യം അനാദിയാണ്. അപ്പൊ ചൈതന്യത്തെ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ്? ചൈതന്യ സ്വരൂപമായിരിക്കുന്ന ജ്ഞാനത്തിന്, ചൈതന്യം അനാദിയാണ്, അങ്ങനെയാണെങ്കിൽ ചൈതന്യ സ്വരൂപമായിരിക്കുന്ന ജ്ഞാനവും അനാദിയാണ്, അതിനെ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് കണ്ണ്, മൂക്ക് മുതലായിട്ടുള്ളത് ഈ ജ്ഞാനത്തിന്റെ കരണമാണെന്ന് എങ്ങനെ പറയാൻ പറ്റുക എന്ന് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ? ഞാൻ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞോ? ഓർക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു ഓർക്കുന്നില്ല? എന്താ ഉത്തരം പറഞ്ഞേ? അന്ധക്കരണത്തിന്റെ പ്രതിബിംബം എന്നുള്ള നിലയ്ക്ക് അതിന് ഉത്പത്തി ഉണ്ട് എന്ന് പറയാം. കേവലം ചൈതന്യത്തിനെ അല്ല നമ്മൾ ലോകത്തെ ജ്ഞാനം എന്ന് വിളിക്കുന്നത്, മറിച്ച് എന്തിനെയാണ് ജ്ഞാനം എന്ന് വിളിക്കുന്നത്? കണ്ണ് തുറക്കുമ്പോ വിഷയാകാരത്തിലുള്ള ഒരു അന്ധക്കരണ വൃത്തി ഉണ്ടാവുന്നു. ആ അന്ധക്കരണ വൃത്തിയിൽ പ്രതിബിംബിക്കുന്ന ചൈതന്യത്തിനെയാണ് നമ്മൾ ജ്ഞാനം എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ പ്രതിബിംബിക്കുക എന്ന് പറയുന്നത് ഒരു പുതിയ പ്രോസസ് അല്ലേ? അതൊരു ഉണ്ടാവുന്ന ഒരു കാര്യമല്ലേ? ആ വൃത്തിയിൽ പ്രതിബിംബിക്കുക എന്നുള്ള അവസ്ഥ അത് ഇടയ്ക്ക് മാത്രമുള്ള ഒന്നാണ്, കണ്ണ് തുറക്കുമ്പോൾ മാത്രമുള്ളതാണ്. അതിന് കണ്ണ് ഇല്ലെങ്കിൽ നടക്കില്ല. കണ്ണുണ്ടെങ്കിൽ മാത്രമേ കണ്ണിലൂടെ അന്ധക്കരണ വൃത്തി വിഷയത്തിലേക്ക് വ്യാപരിക്കുകയുള്ളൂ. അങ്ങനെ വിഷയത്തിലേക്ക് വ്യാപരിച്ചാൽ മാത്രമേ അവിടെ അത് പ്രതിഫലിക്കുകയുള്ളൂ, ചൈതന്യം പ്രതിഫലിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താണ് ഉത്തരം വന്നത്? അതാണ് ഉത്തരം പറയുന്നത്. നനു ചൈതന്യം അനാദി തത് കഥം ചക്ഷുരാദേഹേ തത്കരണത്വേന പ്രമാണത്വം. ചൈതന്യം പ്രതി കരണത്വേന ചക്ഷുരാദേഹേ പ്രമാണത്വം കഥം വക്തും ശക്യത്തെ? ചൈതന്യം തു നിത്യം, തസ്യ ജന്യത്വം നാസ്തി, തരി തത്പ്രതി കരണത്വേന ചക്ഷുരാദേഹേ പ്രമാണത്വ വ്യവഹാരः കഥം സംഗച്ഛത്തെ ഇത് പ്രശ്നः. ഉച്യത്തെ, സമാധാനം ഉച്യത്തെ. ചൈതന്യസ്യാനാദിത്വേപി തത് അഭിവ്യഞ്ജക അന്ധക്കരണവൃത്തി ഇന്ദ്രിയ സന്നികർഷാദിനാ ജായത്തെ. സ്പഷ്ടം. ചൈതന്യം അനാദിയാവട്ടെ, എങ്കിലും വെറും ചൈതന്യം ഉണ്ടായാൽ പോരാ, അതിനെ ഒന്ന് അഭിവ്യഞ്ജിപ്പിക്കണം, അതിനെ ഒന്ന് പ്രതിഫലിപ്പിക്കണം. അതാരാണ് പ്രതിഫലിപ്പിക്കുന്നത്? അന്ധക്കരണ വൃത്തിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ അന്ധക്കരണ വൃത്തി എവിടുന്നാ വന്നത്? കണ്ണ് തുറന്നപ്പോഴാണ് വന്നത്. അത് അന്ധക്കരണ വൃത്തി കണ്ണ് തുറന്നില്ലെങ്കിൽ വരില്ല. അതുകൊണ്ട് തത് അഭിവ്യഞ്ജക അന്ധക്കരണ വൃത്തി ഇന്ദ്രിയ സന്നികർഷാദിനാ ജായതേ. ഇന്ദ്രിയ സന്നികർഷാദികം വിനാ നഭവതി ഇത് കൃത്വാ വൃത്തിവിശിഷ്ടം ചൈതന്യം ആദിമതിത്യുച്യതേ. ആ വൃത്തിവിശിഷ്ടമായ ചൈതന്യം. വൃത്തിവിശിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ വിഷയത്തിന്റെ ആകാരത്തിൽ പരിണമിച്ച അന്ധക്കരണ വൃത്തിയിൽ പ്രതിബിംബിച്ച ചൈതന്യം, വൃത്തിവിശിഷ്ട ചൈതന്യം. അത് അനാദിയാണോ? അല്ല, അത് ആദിമതിത്യുച്യതേ. അത് ആദിയോട് കൂടിയതാണ്. എന്തേ കാരണം? അതിന്റെ അഭിവ്യഞ്ജിപ്പിക്കുന്ന അന്ധക്കരണ വൃത്തി ആദി ആയതുകൊണ്ട്. അപ്പൊ എന്തു വന്നു? ഈ കേവലം ചൈതന്യത്തിനെ അല്ല നമ്മൾ ലോകത്ത് ജ്ഞാനം എന്ന് പറയുന്നത്. ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ കേവലം ചൈതന്യത്തിനെ ജ്ഞാനം എന്ന് പറയെങ്കിലും ലോകത്തിന്റെ ഭാഷയിൽ ജ്ഞാനം എന്ന് പറയേണ്ടത് എന്തിനെയാണ്? വൃത്തിയിൽ അഭിവ്യഞ്ജിക്കപ്പെടുന്ന ചൈതന്യത്തിനെയാണ്. അതാകട്ടെ അനാദിയല്ല. അതുകൊണ്ട് അത്തരം ചൈതന്യമാണ് ജ്ഞാനം എന്ന് ലോകത്ത് പറയേണ്ടത്. അതിന് ചക്ഷുരിന്ദ്രിയം കരണമാണ് എന്ന് പറയുന്നതിൽ ദോഷമില്ല. ജ്ഞാനാവച്ഛേദകത്വാച്ച വൃത്തൗ ജ്ഞാനത്വോപചാര എന്ന്.
തദുക്തം വിവരണേ അന്തഃകരണവൃത്തൗ ജ്ഞാനത്വോപചാരാത് ഇതി. ഇവിടെ എന്താ പറഞ്ഞത്? ഈ വാസ്തവത്തിൽ ജ്ഞാനം എന്ന് പറയുന്നത് ആ പ്രതിഫലിത ചൈതന്യത്തിനെയാണ്. അതിനെ അവച്ഛേദിപ്പിക്കുന്ന സാധനമാണ് ഈ വൃത്തി. അതിനെ അവച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ പരിച്ഛേദിച്ച് നിർത്തുക, ആ പ്രതിബിംബിക്കുന്നതിന് ഒരു ഉപാധിയായിട്ട് നിലകൊള്ളുക. അതെന്താണ്? വൃത്തിയാണ് അങ്ങനെ നിലകൊള്ളുന്നത്. അപ്പോൾ ഈ അവിടെ പ്രതിഫലിക്കുന്ന ചൈതന്യത്തിന് അവച്ഛേദകമായിട്ട് നിൽക്കുന്ന വസ്തു എന്താണ്? വൃത്തി. അതുകൊണ്ട് ചൈതന്യ അവച്ഛേദകത്വം വൃത്തിയിലുണ്ട്. വൃത്തിയില് ചൈതന്യ അവച്ഛേദകത്വം ഉണ്ട്. അതുകൊണ്ട് ആ ചൈതന്യം എന്ന് പറഞ്ഞ ജ്ഞാനം, ആ പ്രതിബിംബിക്കുന്ന ചൈതന്യത്തിന് അവച്ഛേദകമായിട്ട് നിൽക്കുന്ന വൃത്തിയെയും നമ്മൾ ജ്ഞാനം ജ്ഞാനം എന്ന് വിളിക്കാറുണ്ട്. ഉപചാരം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ജ്ഞാനം എന്ന് പറയുന്നത് പ്രതിബിംബിക്കുന്ന ചൈതന്യമാണെങ്കിലും അതിനെ പ്രതിബിംബിക്കുന്ന വൃത്തിയെയും നമ്മൾ ജ്ഞാനം എന്നിങ്ങനെ ലോകത്ത് വിളിക്കാറുണ്ട്. തദുക്തം വിവരണേ അന്തഃകരണ വൃത്തവും ജ്ഞാനത്വോപചാരാ. പഞ്ചപാദിക വിവരണം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഈ ആശയം പറയുന്നുണ്ട്. ഇനി ഒരു ചോദ്യം ചോദിക്കുകയാണ്. നനു നിരവയവസ്യ അന്തഃകരണസ്യ പരിണാമാത്മിക വൃത്തി കഥം. ചോദ്യം മനസ്സിലായോ? അന്തഃകരണം എന്ന് പറയുന്നത് നൈയായികൻ ചോദിക്കുകയാണ്. നൈയായികൻ അവനവന്റെ മതം ഉള്ളിൽ വെച്ച് ചോദിക്കുകയാണ്. നൈയായിക മതത്തില് അന്തഃകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ്. മനസ്സ് അണുപരിമാണമാണ്. അണുപരിമാണമായിരിക്കുന്ന ഒരു വസ്തുവാണ് മനസ്സ് എന്ന് പറയുന്നത് നൈയായിക മതത്തിൽ. അപ്പൊ അതിന് പരിണമിക്കാനുള്ള ഒരു തരത്തിലുള്ള സാധ്യതയും ഇല്ല. നൈയായിക മതത്തിലെ മനസ്സ് പരിണമിക്കുന്ന ഒരു വസ്തുവല്ല, അണുവായതുകൊണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ അന്തഃകരണത്തിന്റെ പരിണാമം എന്നൊക്കെ നിങ്ങൾ എങ്ങനെ ഈ പറയുന്നത്? അന്തഃകരണം വിഷയാകാരേണ പരിണമതേ എന്നൊക്കെ നിങ്ങൾ പറയുകയുണ്ടായി. അതെങ്ങനെ ശരിയാവും? അന്തഃകരണം അണുവല്ലേ? അണുവായിരിക്കുന്ന അന്തഃകരണത്തിന് പരിണമിക്കാനുള്ള സ്കോപ്പില്ല. എന്താണ്? പരിണമിക്കണമെങ്കിൽ അത് സാവയവമായിരിക്കണം, അനേകം അവയവങ്ങളോട് ചേർന്നതായിരിക്കണം. അപ്പൊ മാത്രമേ അത് പരിണമിക്കുകയുള്ളൂ. അന്തഃകരണത്തിനാകട്ടെ അണുവായതുകൊണ്ട്, അവയവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പരിണമിക്കാനുള്ള സാധ്യതയില്ലല്ലോ എന്ന് ചോദ്യം. നനു നിരവയവസ്യ അന്തഃകരണസ്യ പരിണാമാത്മിക വൃത്തി കഥം. മറുപടി പറയാണ്, ഇത്തം, ഇങ്ങനെയാണ്. എന്ത്? ന താവത് അന്തഃകരണം നിരവയവം സാധിദ്രവ്യത്വേന സാവയവത്വാ എന്ന്. അന്തഃകരണം ആദ്യം തന്നെ നൈയായിക മതത്തെ ഖണ്ഡിക്കുകയാണ്. അന്തഃകരണം നിരവയവമാണ് എന്നുള്ളത് നിങ്ങളുടെ സിദ്ധാന്തമാണ്, അത് ഞാൻ സ്വീകരിക്കുകയില്ല. അന്തഃകരണസ്യ നിരവയവത്വേ പ്രമാണം നാസ്തി. ശരി, അന്തഃകരണസ്യ സാവയവത്വേ പ്രമാണം അസ്തി വാ? അസ്തി. എന്താണ് പ്രമാണം? അന്തഃകരണം സാവയവം സാധിദ്രവ്യത്വാത്. അനുമാനം. സാധിദ്രവ്യത്വാ, സാധിയായ ദ്രവ്യങ്ങളൊക്കെ സാവയവങ്ങളാണ് എന്നൊരു നിയമമുണ്ട്. വ്യാപ്തി. സാധി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാധി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ സാധി എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല? സാധി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉണ്ടാവുന്നത്, ആദിയോട് കൂടിയത്. ഉണ്ടാവുന്ന ദ്രവ്യങ്ങളെല്ലാം സാവയവങ്ങളാണ് എന്നൊരു നിയമമുണ്ട്. ഉണ്ടാവുന്ന ദ്രവ്യങ്ങൾ എല്ലാം സാവയവങ്ങളാണ് എന്നൊരു നിയമമുണ്ട്. മനസ്സും ഉണ്ടാവുന്ന ദ്രവ്യമാണ്, ഉത്പത്തിയോട് കൂടിയ ദ്രവ്യമാണ് മനസ്സ്. അങ്ങനെയാണെങ്കിൽ മനസ്സ് സാവയവമാണ് എന്നിങ്ങനെ അനുമാനത്തിലൂടെ മനസ്സ് സാവയവമാണ് നമുക്ക് തെളിയിക്കാൻ സാധിക്കും എന്ന് പറയും. അപ്പൊ നൈയായികൻ ചോദിക്കുന്നു, നൈയായികൻ ഒരിക്കലും വിടില്ല അത്. കാരണം നിങ്ങളുടെ അനുമാനം ശരിയല്ല. നിങ്ങളുടെ അനുമാനം എന്താണ്? മനഃ സാവയവം സാധിദ്രവ്യത്വ, സാധിത്വേ സതി ദ്രവ്യത്വ. മനസ്സ് സാധിയാണെന്ന് എവിടുന്നാ കിട്ടിയത്? മനസ്സ് അനാദിയാണ്. അപ്പൊ പറയാണ് അങ്ങനെയല്ല, നിങ്ങളുടെ മതം മാത്രം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ല. ഉപനിഷദ് വാക്യങ്ങളിൽ എന്താണുള്ളത് എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. വെറുതെ നിങ്ങളുടെ സിദ്ധാന്തത്തിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങൾ തിരിയില്ല. ഉപനിഷത്ത് എന്താണ് പറയുന്നത് കൂടി നോക്കണം. ഉപനിഷത്തിലാകട്ടെ മനസ്സിന്റെ ഉത്പത്തി പറയുന്നുണ്ട്. തൻ മനോ അകുരുത എന്ന് ശ്രുതിയുണ്ട്. അപ്പോ ശ്രുതിവാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിനും ഉത്പത്തി ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ആ ശ്രുതിവാക്യങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സ് ഉത്പത്തിയുള്ള ഒരു ദ്രവ്യമാണ് എന്ന് തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ അനുമാനം കൊണ്ട്
സാധിദ്രവ്യത്വേന സാവയവത്വ. എത്ര എത്ര സാധിദ്രവ്യത്വം സാധിത്വേ സതി ദ്രവ്യത്വം തത്ര തത്ര സാവയവത്വം എന്ന വ്യാപ്തിയുള്ളത് കൊണ്ട് മനസ്സ് സാവയവമാണെന്ന് തീരുമാനിക്കാൻ സാധിക്കും. ശരിയായില്ലേ? ഇതാണ് എഴുതിയിരിക്കുന്നത്. താവത് അന്തഃകരണം നിരവയവം സാധിദ്രവ്യത്വേന സാവയവത്വ സാധിത്വഞ്ച തന്മനോ അസൃജത ഇത്യാദി ശ്രുതേ. തന്മനഃ അസൃജത. തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം, പരമാത്മാവ്. തത് എന്ന് പറയാൻ കാരണം സത് എന്ന ശബ്ദത്തെ ഉദ്ദേശിച്ചാണ്. തത് ഛാന്തോക്യത്തില് സത് എന്നാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മനഃ അസൃജത, മനസ്സിനെ സൃഷ്ടിച്ചു. ഈശ്വരൻ മനസ്സിനെ സൃഷ്ടിച്ചു എന്ന് ശ്രുതിയിലുണ്ട്. അതുകൊണ്ട് മനസ്സ് സാധിദ്രവ്യമാണ് നമുക്ക് പറയാൻ കഴിയും. സാധിദ്രവ്യമാണോ ആണെങ്കിൽ സാവയവുമാണ് എന്ന് പറയാൻ കഴിയും. വൃത്തിരൂപജ്ഞാനസ്യ മനോധർമ്മത്വേച കാമസങ്കൽപ്പോ വിചികിത്സ ശ്രദ്ധ അശ്രദ്ധ ധൃതിരധൃതിർ ഹ്രീർ ധീർ ഭീർ ഇത്യേതത് സർവം മന ഏവ ഇതി ശ്രുതിർമാനം. വൃത്തിരൂപമായിരിക്കുന്ന ജ്ഞാനം. വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? അന്ധക്കരണത്തിന്റെ പരിണാമം. അന്ധക്കരണത്തിന് പരിണാമം എങ്ങനെയാ വരിക? അന്ധക്കരണം നിരവയവമല്ലേ എന്ന് ചോദ്യം വന്നു. അതിന് ഉത്തരം പറഞ്ഞു, അങ്ങനെയല്ല, അന്ധക്കരണം സാവയവമായ ഒരു ദ്രവ്യമാണ്, അതിന് പരിണാമങ്ങൾ വരും. അന്ധക്കരണങ്ങളുടെ ഈ പരിണാമങ്ങൾക്ക് എന്താണ് പേര്? അന്ധക്കരണത്തിന്റെ പരിണാമത്തിന് എന്താണ് പേര്? അന്ധക്കരണത്തിന്റെ പരിണാമങ്ങളുടെ പേരെന്താണ്? വൃത്തി. അത് പറയൂ. അത് ഞാൻ പലതവണ പറഞ്ഞു, ഇനി അത് കേട്ടില്ല എന്ന് പറയരുത്. ബുദ്ധി ഉപയോഗിക്കണം. നിങ്ങളൊരു സയൻസ് മനസ്സിലാക്കില്ല, ഒരു സയൻസ് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ഇതൊരു ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പ്രക്രിയയാണ്. അതാണ് സയന്റിഫിക് എന്ന് പറയുന്നത്. ഒരാളിരുന്ന് ഉപദേശിക്കുന്നു, നിങ്ങളെല്ലാവരും ഹാ എന്ന് പറഞ്ഞ് കേട്ടു പോവുക, അങ്ങനെയല്ല. സയന്റിഫിക് ആയിട്ടുള്ള പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുകയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് അതിനെ യുക്തിവാദത്തിലൂടെ സമർത്ഥിക്കുകയും ചെയ്യണം. യുക്തിവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ അംഗീകരിക്കാത്തവർ, അങ്ങനെയല്ല. യുക്തി മുഖേന കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ആൾക്കാരാണ് യുക്തിവാദികൾ. ഇപ്പൊ ഇവിടെ ഒരു പ്രസ്താവന പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യുക്തി പറയുന്നുണ്ട്. യുക്തി പറയാണ്ട് മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് അതിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത്. യുക്തിയെ നിങ്ങൾ അഭിമുഖീകരിച്ച് ശീലിക്കണം, നിങ്ങൾക്ക് കാര്യമില്ല. ഞാൻ വീണ്ടും വീണ്ടും പറയില്ല, നിങ്ങളത് ഓർത്തുകൊള്ളണം. ഇപ്പൊ എന്താണ് പറഞ്ഞത്? മനസ്സ് സാവയവമായ ഒരു ദ്രവ്യമാണ്, അതിന് പരിണാമങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ശരി, അതിരിക്കട്ടെ. ഈ വൃത്തി എന്ന് പറയുന്നത് മനസ്സിന്റെ പരിണാമമാണ് എന്നുള്ളതിന് എന്തെങ്കിലും പ്രമാണമുണ്ടോ? വൃത്തി എന്ന് പറയുന്നത് മനസ്സിന്റെ പരിണാമമാണ് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് പ്രമാണമായില്ലല്ലോ. നിങ്ങൾ ഉപനിഷത്തിനെ ആസ്പദമാക്കിയിട്ടല്ലേ ഒക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഉപനിഷത്തിൽ എവിടെയാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? വൃത്തി എന്ന് പറയുന്നത് മനസ്സിന്റെ പരിണാമമാണ് എന്ന് എഴുതിയിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. കാമഃ സങ്കൽപ്പഃ വിചികിത്സ ശ്രദ്ധ അശ്രദ്ധ ധൃതിഹി അധൃതിഹി ഹ്രീഹി ധീഹി ഭീഹി ഇത്യേതത് സർവം മന ഏവ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? കാമം എന്ന് പറഞ്ഞാൽ ഇച്ഛ, സങ്കല്പം സങ്കല്പിക്കുന്നത്, വിചികിത്സ സംശയം, ഇങ്ങനെ എന്ന് വേണ്ട എല്ലാം. നമ്മൾ ലോകത്ത് മനസ്സിന്റെ വികാരം എന്നല്ലേ പറയാ? അങ്ങനെയല്ലേ പറയാ? മനോവികാരങ്ങൾ എന്ന് പറയാറില്ലേ? അതിൽ തന്നെ മനസ്സിലാക്കാൻ മനസ്സിന് പലതരത്തിലുള്ള ഫോർമേഷൻസ്. മനസ്സ് വെറുതെ നിൽക്കുന്ന ഒന്നല്ല, അതിങ്ങനെ പലതരത്തിൽ മാറിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ ലോകത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. മനോവികാരം എന്നാണ് പറയുക, ആത്മവികാരം എന്നാരും പറയാറില്ല. മനോവികാരങ്ങൾ എന്നാണ് പറയാറുള്ളത്. മനസ്സിന്റെ പലതരത്തിലുള്ള വികാരങ്ങൾ, അതിൽ കോപം വരും, ദ്വേഷം വരും, ഇച്ഛ വരും, കാമം വരും, സങ്കടം വരും, ദുഃഖം വരും, സുഖം വരും, ഒക്കെ വരും. അപ്പൊ ഇവിടെയൊക്കെ ആക്ട് ചെയ്യുന്നത് ആരാണ്? മനസ്സാണ്. അത് ശ്രുതി പറയുന്ന കാര്യമാണ്. നമ്മൾ ലോകത്ത് നമ്മൾ അങ്ങനെ പറയുന്നത് ഉപനിഷത്തുകൾക്ക് സമ്മതമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ മനസ്സാണ് എന്ന് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് ശ്രുതി. അപ്പൊ മനസ്സ് തന്നെയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സിന്റെ പരിണാമങ്ങളാണെന്ന് അർത്ഥം. മനസ്സ് ഒരേ വിധത്തിൽ നിൽക്കുന്നതല്ല, ഇങ്ങനെ പലതരത്തിൽ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്ന വസ്തുവാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഉപനിഷത്ത് വാക്യങ്ങളെ ആസ്പദമാക്കിയിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ വാക്യത്തില് കാമസങ്കൽപ്പോ വിചികിത്സ ശ്രദ്ധ അശ്രദ്ധ ധൃതിഹി അധൃതിഹി. ധൃതി എന്ന് പറഞ്ഞാൽ എന്താ? ധൃതി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ? മലയാളത്തിൽ ധൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൃതി പിടിച്ചു പോയി എന്ന് പറയില്ലേ? എന്താണ്? തിരക്ക് പിടിച്ചു പോയി. തിരക്ക് പിടിച്ചു പോകുന്നതിനാണ് ധൃതി പിടിച്ചു പോകാന്ന് പറയാം.
സംസ്കൃതത്തിൽ അങ്ങനെയല്ല. ധൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യം. ധൈര്യത്തിനാണ് ധൃതി എന്ന് പറയുക. അധൃതി എന്ന് പറഞ്ഞാലോ ധൈര്യമില്ലായ്മ. ധൈര്യമില്ലാത്ത അവസ്ഥയ്ക്കാണ് അധൃതി എന്ന് പറയാം. ശരി. പിന്നെ ധീഹി. ധീഹി എന്ന് പറഞ്ഞാൽ ധീ എന്ന ശബ്ദം കൊണ്ടാണ് ഇവിടെ ജ്ഞാനത്തിനെ ഉദ്ദേശിക്കുന്നത്. ജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത്, ഒരു വിഷയത്തെ കാണുന്ന സമയത്ത് അന്ധക്കരണ വൃത്തി വിഷയത്തിന്റെ ആകാരത്തിൽ പരിണമിക്കില്ലേ? ആ പരിണാമത്തെ ഇവിടെ ഈ ശ്രുതിയിലെ ധീ എന്ന ശബ്ദം കൊണ്ടാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഭീഹി 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 എന്ന് പറഞ്ഞാൽ എന്താ? ഭയം. ഏതത് സർവം. ഇത് മാത്രല്ല, ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ വികാരങ്ങള് ലോകത്ത് സംഭവിക്കുന്നുണ്ടോ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ പരിണാമങ്ങളാണ് എന്ന് ശ്രുതി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ധീ ശബ്ദേന വൃത്തിരൂപജ്ഞാനാഭിധാനാത്. ഇവിടെ ഈ ശ്രുതിയില് ധീ എന്ന ശബ്ദം കൊണ്ട് വൃത്തിരൂപമായിരിക്കുന്ന ജ്ഞാനത്തെയാണ് പറഞ്ഞത്. അതയേവ കാമാദേരപി മനോധർമ്മത്വം. അതുകൊണ്ട് ഈ വൃത്തിരൂപജ്ഞാനം മാത്രമല്ല, ഇങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ പരിണാമങ്ങളും മനസ്സിന്റെ പരിണാമങ്ങളാണ്. കാമം, സങ്കല്പം, ഇച്ഛ, ദ്വേഷം, സുഖം, ദുഃഖം, കോപം, ഇതൊക്കെ മനസ്സിന്റെ പരിണാമങ്ങളാണ് എന്നായി. അത്രയായില്ലേ? ഇപ്പോ ഇത് കേട്ടാൽ പൂർവപക്ഷി വെറുതെ ഇരിക്കില്ല. പൂർവപക്ഷി ഇവിടെ ആരാണ്? നൈയായികനാണ് പൂർവപക്ഷി. നൈയായികനോട് ഇപ്പൊ എന്താണ് പറഞ്ഞത്? കാമം, ഇച്ഛ, രാഗം, ദ്വേഷം, ക്രോധം ഇതെല്ലാം മനസ്സിന്റെ ധർമ്മങ്ങളാണ് എന്നാണ് പറഞ്ഞത്. നൈയായികൻ സമ്മതിക്കോ? സമ്മതിക്കില്ല. നൈയായികന്മാരുടെ മതത്തില് ഇതൊക്കെ എവിടെയാണുള്ളത്? ആത്മാവിലാണുള്ളത്. ആത്മധർമ്മങ്ങളാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ അതിലുള്ളത് എന്നർത്ഥം. ആത്മാവിലുള്ള ഗുണങ്ങളായിട്ടാണ് നൈയായികന്മാര് ഇവയെയൊക്കെ കണക്കാക്കുന്നത്. അങ്ങനെ വെറുതെയാണ് കണക്കാക്കുന്നതാണോ? നൈയായികനോട് ചോദിച്ചു കഴിഞ്ഞാൽ നൈയായികൻ അതിനൊരു പ്രമാണം പറയും. എന്തുകൊണ്ടാണ് നൈയായികത്തിനെയൊക്കെ ആത്മധർമ്മമായിട്ട് കണക്കാക്കിയത്? എന്തുകൊണ്ടാ? രാഗം, ദ്വേഷം, ഇച്ഛ ഇതൊക്കെ ആത്മാവിന്റെ ധർമ്മങ്ങളാണ് എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നത് എന്തുകൊണ്ടാണ് നൈയായികന്മാര്? എന്തുകൊണ്ടായ? ആയിക്കോട്ടെ, മനസ്സിലായിക്കോട്ടെ. ഇതൊക്കെ മനസ്സിൽ സമവായ സംബന്ധം ഇരുന്നാൽ എന്താ കുഴപ്പം? ആത്മാവിൽ തന്നെ സമവായ സംബന്ധം ഇരിക്കേണ്ടതിന്റെ കാരണം എന്താണ്? എന്തിനാണ് അങ്ങനെ തീരുമാനം എടുത്തത്? എന്തുകൊണ്ടാണ് നൈയായികൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അനുഭവത്തിനനുസരിച്ചാണ്. അഹം ഇച്ഛാമി എന്നല്ലേ അനുഭവം? അഹം ജാനാമി എന്നല്ലേ അനുഭവം? അഹം സുഖി, എനിക്ക് സുഖമുണ്ട്, എനിക്ക് ഇച്ഛയുണ്ട്, എനിക്ക് ദ്വേഷമുണ്ട്, എനിക്ക് കോപമുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ അനുഭവം. ഇവിടെയൊക്കെ എനിക്ക് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ആത്മാവിനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ആത്മാവിലല്ലേ ഇതൊക്കെ ഇരിക്കേണ്ടത്? സിമ്പിളാണ്, യുക്തി സിമ്പിളാണ്. അതുകൊണ്ട് ഇതൊക്കെ ആത്മാവിന്റെ ധർമ്മങ്ങളാണ് എന്ന് പറയുന്നതാണ് ശരി എന്നൊരു തീരുമാനത്തിലാണ് നൈയായികൻ നിൽക്കുന്നത്. അത് വെച്ചിട്ടാണ് നൈയായികൻ ചോദിക്കുന്നത്, നനു കാമാദേർ അന്തഃകരണ ധർമ്മത്വേ അഹമിച്ഛാമി, അഹം ജാനാമി, അഹം ബിഭേമി ഇത്യാദി അനുഭവ ആത്മധർമ്മത്വം അവഗാഹമാനഃ കഥമുപപദ്യതേ. ഇത്തരം അനുഭവത്തെ നിങ്ങൾക്ക് എങ്ങനെ സമർത്ഥിക്കാൻ സാധിക്കും? അന്തഃകരണത്തിലാണ് ഇവയൊക്കെ ഉള്ളത് എങ്കിൽ ഞാൻ ഇച്ഛിക്കുന്നു, ഞാൻ പേടിക്കുന്നു, ഞാൻ സുഖിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു, എല്ലായിടത്തും ഞാൻ എന്ന് അനുവർത്തിച്ച് കാണുന്നുണ്ട്. ഞാൻ എന്ന് പറയുന്നത് ആത്മാവിനെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് അന്ധഃകരണത്തിലാണ് ഇതൊക്കെ ഉള്ളത്. ഈ അനുഭവത്തെ എങ്ങനെയാണ് ശരിയാക്കാൻ സമർത്ഥിക്കാൻ സാധിക്കുക നിങ്ങൾക്ക്? ഇതാണ് ചോദ്യം. അപ്പൊ വേദാന്തികൾ മറുപടി പറയുകയാണ്, പേടിക്കേണ്ടതില്ല, ഒക്കെ മറുപടി ശരിയാക്കി തരാം, സമർത്ഥിക്കാം. ഉച്യതേ അയപിണ്ഡസ്യ ദഗ്ധൃത്വാഭാവേപി ദഗ്ധൃത്വാശ്രയ വന്യതാദാജ്ഞാധ്യാസാത് യഥാ അയോ ദഹതീതി വ്യവഹാരഃ തഥാ സുഖാദ്യാകാര പരിണാമ്യ അന്തഃകരണ ഐക്യാധ്യാസാത് അഹം സുഖീ ദുഃഖി ഇത്യാദി വ്യവഹാരഃ. മറുപടി പറഞ്ഞു. ഇവിടെ എന്താ മറുപടി പറഞ്ഞത്? ഒന്നും വേണ്ട, നിങ്ങളുടെ അനുഭവം ഭ്രമമാണ്. കഴിഞ്ഞു. ഇതാണ് മറുപടി. അഹം ബിഭേമി. അഹം എന്ന് പറയുന്നത് എന്തിനെയാണ്? ആത്മാവിനെയാണ്. ബിഭേമി എന്ന് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഭയത്തെ കുറിച്ചാണ്. ഭയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അന്ധഃകരണത്തിന്റെ വൃത്തിയാണ്. അതെവിടെയാണുള്ളത്? അന്ധഃകരണത്തിലാണുള്ളത്. അപ്പൊ ഭയം എന്ന് പറയുന്ന വൃത്തി അന്ധഃകരണത്തിലും ആണെങ്കിൽ അഹം ബിഭേമി എന്നെങ്ങനെയാണ് അനുഭവം വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐക്യാധ്യാസം കൊണ്ടാണ്. പരസ്പരം ആരോപിക്കപ്പെടുന്നു.
ഏതെവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് എപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ലോകത്ത് നമ്മുടെ അനുഭവങ്ങൾ പലതും അങ്ങനെയാണ്. എന്റെ പുത്രൻ പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ ഞാൻ ദുഃഖിക്കുന്നത് എന്തിനാണ്? പുത്രനല്ലേ തോറ്റത്, ഞാൻ തന്നെ തോറ്റുപോയി എന്ന് എനിക്ക് തോന്നലുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഈ പലതും പല അനുഭവങ്ങളും നമ്മൾ ഉള്ളിലേക്ക് കടന്ന് പരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ഥിതി മറ്റൊരു തരത്തിലാണ്. നമ്മുടെ ഭ്രമമാണത്. ഇത് മറ്റൊരിടത്തിലാണ് നിൽക്കുന്നത്. അത് എന്നിലാണ് ഉള്ളത് എന്ന് തോന്നല, തെറ്റിദ്ധാരണ വരാനോ. അല്ലെങ്കിൽ ചോദിക്കട്ടെ, നൈയായികനോടും ചോദിക്കേണ്ടതുണ്ട്. ഈ അഹം ഗച്ഛാമി എന്നൊരു അനുഭവം ഉണ്ട് അല്ലേ? അഹം ഗച്ഛാമി. ഈ ഗമനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗമനം എന്ന് പറഞ്ഞാൽ പോക്ക്. അതെവിടെ? ശരീരത്തിലല്ലേ ഉള്ളത്. പിന്നെ എങ്ങനെയാ അഹം ഗച്ഛാമി എന്ന് പറഞ്ഞത്? ശരി, അതിരിക്കട്ടെ. അഹം സ്ഥൂലഹ എന്നൊരു അനുഭവം ഉണ്ട്. ഞാൻ തടിച്ച ആളാണ് എന്നൊരു അനുഭവം ഉണ്ടാവില്ലേ നമുക്ക്? അഹം കൃശഹ, അഹം സ്ഥൂല. ഇവിടെ ഈ സ്ഥൂലത്വവും കൃശത്വവും ഒക്കെ എവിടെയാണുള്ളത്? ആത്മാവിലാണ്, ശരീരത്തിലല്ലേ. പിന്നെ എങ്ങനെയാ അഹം സ്ഥൂലഹ എന്ന് പറഞ്ഞത്? സ്ഥൂലത്വം ശരീരത്തിലാണുള്ളത്. തടിച്ചിരിക്കുന്നത് ഞാൻ ആത്മാവല്ല, ശരീരമാണ്. മെലിഞ്ഞിരിക്കുന്നതും തടിച്ചിരിക്കുന്നതും ഒക്കെ ശരീരമല്ലേ, ആത്മാവല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഞാൻ സ്ഥൂലനാണ്, അഹം സ്ഥൂല എന്നുള്ള അനുഭവം എങ്ങനെയുണ്ടായേ? എങ്ങനെ പറയൂ, എങ്ങനെയുണ്ടായേ? അതിന് നൈയായികന്മാർ ഉത്തരം പറയണ്ടേ? എങ്ങനെയാ ഉത്തരം പറയാ? സ്ഥൂലത്വം എന്ന് പറയുന്ന ധർമ്മം വാസ്തവത്തിൽ ശരീരത്തിലാണ് ഇരിക്കുന്നത്, ആത്മാവിലല്ല. എങ്കിലും ശരീരമേത ആത്മാവേദം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ശരീരം ഇങ്ങനെ വേറെ, അതിൽ നിന്ന് വേറെ ആയിട്ട് ആത്മാവ് ഇങ്ങനെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കില്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കില്ല. അപ്പോ ശരീരം വേറെ എന്നും ആത്മാവ് വേറെ എന്നും പുസ്തകത്തിൽ എഴുതിയത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതല്ലാതെ അത് അവനവന്റെ അനുഭവമായിട്ട് മാറിയിട്ടുണ്ടോ? അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അങ്ങനെ ശാസ്ത്രത്തിന്റെ അഭിപ്രായം അതാണെന്ന് അറിയാം നമുക്ക്, അത്രേ ഉള്ളൂ. ശരീരമല്ല ആത്മാവ് എന്ന് അറിയാമെന്നല്ലാതെ നമുക്ക് അത് വേർതിരിച്ച് നമ്മളുടെ അനുഭവത്തിലില്ല. അതുകൊണ്ട് നമ്മുടെ അനുഭവപ്രകാരം ശരീരവും ആത്മാവും ഒക്കെ ഒന്നായിട്ട് കൂടിക്കലർന്ന് കിടക്കുകയാണ്. ഇതിനാണ് നമ്മൾ അധ്യാസം, ആരോപം എന്ന് പറയാം. അപ്പൊ അങ്ങനെ ആരോപം നിലനിൽക്കുന്ന അവസ്ഥയില് ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ എങ്ങനെയാണോ സ്ഥൗല്യം എന്ന് പറയുന്ന അത് ശരീരത്തിലാണുള്ളത്, ആത്മാവിലല്ല. അങ്ങനെയാണെങ്കിൽ കൂടി അഹം സ്ഥൂലഹ എന്നിങ്ങനെ അനുഭവം നമുക്ക് വന്നു ചേരുന്നത്, അതേപോലെ തന്നെ ഈ പറയുന്ന രാഗദ്വേഷാദികളും കാമക്രോധാദികളും സുഖദുഃഖാദികളും മറ്റേ സങ്കടം, ദുഃഖം എല്ലാ വികാരങ്ങളും മനസ്സിലാണ് ഉള്ളത്. എങ്കിലും ഞാൻ സുഖിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ പേടിക്കുന്നു എന്നിങ്ങനെയുള്ള അനുഭവം വന്നു ചേരുന്നതിൽ ആശ്ചര്യമൊന്നുമില്ല നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കും. അപ്പോ അഹം സുഖി അഹം ദുഃഖി ഇത്യേതാദൃശ അനുഭവ വർത്തതെ ഇത്യേതാവൻ മാത്രേണ ഏതേ ധർമാ സർവേപ്യ ആത്മനി വർത്തന്തെ ഇത് വക്തവ്യം. കാരണം എന്താണ്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രുതിക്ക് വിരുദ്ധമാണ്. ശ്രുതി പറഞ്ഞു തരുന്നത് ഇതൊന്നും ആത്മാവിന്റെ ധർമ്മങ്ങളല്ല, അന്ധക്കരണത്തിന്റെ ധർമ്മങ്ങളാണ് എന്നാണ്. അപ്പൊ ശ്രുതി പറയുന്നത് കേൾക്കുകയും ആ ശ്രുതി പറയുന്നതിനനുസരിച്ച് നമ്മളുടെ അനുഭവത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സമയത്ത് വീണ്ടും പോയിട്ട് ഇതൊക്കെ ആത്മാവിന്റെ ധർമ്മങ്ങളാണെന്ന് പറയേണ്ട ഒരു കാര്യമുണ്ടോ? തെറ്റല്ലേ? അതുകൊണ്ട് ഇതൊക്കെ അന്ധക്കരണത്തിന്റെ ധർമ്മങ്ങൾ തന്നെയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ അനുഭവത്തെ നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കും. അതിന് ഒരു നല്ല ഉദാഹരണം കാണിച്ചു തരാണ്. അയപ്പിണ്ടസ്യ ദഗ്ധൃത്വാഭാവേവി എന്ന വരി കൊണ്ട്. ഒരു ചുട്ടുപഴുത്ത ഒരു കട്ട, അയപ്പിണ്ടം എന്ന് വെക്കാം. ഇരുമ്പ് ചൂടാക്കി പഴുപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കൈ വെച്ച് കഴിഞ്ഞാൽ കൈ പൊള്ളില്ലേ? ഇപ്പോ ഈ ഇരുമ്പ് കട്ട തട്ടിയത് കാരണം എന്റെ കൈ പൊള്ളി നമ്മൾ പറയും. വാസ്തവത്തിൽ ഇരുമ്പ് കട്ടയാണോ നിങ്ങളെ പൊള്ളിച്ചത്, അതോ അഗ്നിയാണോ പൊള്ളിച്ചത്? എങ്ങനെ ഉത്തരം പറയണം? ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ, ഉത്തരങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് പറയണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറച്ച് കഴിഞ്ഞാൽ മടുക്കുന്ന സമയത്ത് നമുക്ക് നിർത്താം, അത്രേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞാൽ മതി, ഞാൻ നിർത്താം. ഇവിടെ ഇരിക്കുന്ന സമയത്ത് കേൾക്കണം. ഇപ്പൊ നിർത്താൻ പോയി, നമുക്ക് സമയം കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞ് നിർത്തേ.
ആ നമ്മളെ കൈ തട്ടുന്ന സമയത്ത് നമ്മളെ പൊള്ളിച്ചത് എന്താണ്? തീയാണ്. പക്ഷെ ഇരുമ്പ് കെട്ട കാരണം ഞാൻ കൈ പൊള്ളിയെന്ന് ലോകത്ത് വ്യവഹാരം ഉണ്ട്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇരുമ്പ് കെട്ട വേറെ എന്നും തീ വേറെ എന്നും നമുക്ക് തൽക്കാലം തോന്നലില്ല. ആ ഇരുമ്പ് കെട്ടയും തീയും ഒക്കെ തീയിന്റെ രൂപത്തിലാണ് ആ ഇരുമ്പ് കെട്ട ഇരിക്കുന്നത്. പക്ഷേ അഗ്നി പൊള്ളിച്ചു എന്ന് പറയുന്നതിന് പകരം ഇരുമ്പ് കെട്ട എന്നെ പൊള്ളിച്ചു എന്നാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അതിന് കാരണം എന്താണ്? പരസ്പര ആരോപമാണ്. ഇത് രണ്ടും തിരിച്ചറിയാത്ത അവസ്ഥയിൽ അങ്ങനെയൊക്കെ ലോകത്ത് വ്യവഹാരങ്ങൾ വരും. എന്നതുപോലെ ഇവിടുത്തെ സ്ഥിതിയെയും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പറയണം. അയഃപിണ്ഡസ്യ ദഗ്ധൃത്വാഭാവേപി, അയപ്പിണ്ടത്തിന് ദഗ്ധൃത്വം ഇല്ല. ദഗ്ധൃത്വം എന്ന് പറഞ്ഞാൽ പൊള്ളിക്കാനുള്ള കഴിവ്, അതാണ് ദഗ്ധൃത്വം. അയപ്പിണ്ടത്തിന് പൊള്ളിക്കാനുള്ള കഴിവില്ലെങ്കിൽ കൂടി ദഗ്ധൃത്വാശ്രയ വന്യതാദാത്മ്യാധ്യാസ, ദഗ്ധൃത്വത്തിന് വാസ്തവത്തിൽ ദഗ്ധൃത്വം എന്നുള്ള ഗുണം എന്തിലാണ് ഇരിക്കുന്നത്? വന്യയിലാണുള്ളത്. ആ വന്യയ്ക്കും അയപ്പിണ്ടത്തിനും തമ്മിൽ താദാത്മ്യാധ്യാസം വന്നിരിക്കുകയാണ്. അതായത് അഗ്നി ഏത് അയപ്പിണ്ടം ഏത് എന്ന് തിരിച്ചറിയാൻ രണ്ടും കൂടി ഒന്നിച്ചറിയുന്ന അവസ്ഥയില് യഥാ അയോദഹതി, അയപ്പിണ്ടം എന്നെ പൊള്ളിക്കുന്നു എന്നിങ്ങനെ ലോകത്ത് വ്യവഹാരം വരുന്നുവോ തഥാ സുഖാദ്യാകാര പരിണാമ്യ അന്തഃകരണ ഐക്യാധ്യാസ അഹം സുഖി ദുഃഖി ഇത്യാദി വ്യവഹാര. സുഖം ദുഃഖം മുതലായിട്ടുള്ള എല്ലാ വികാരങ്ങളും മനസ്സിന്റെയാണ്. അങ്ങനെയുള്ള വികാരങ്ങളോട് കൂടിയ മനസ്സ് ആത്മാവുമായിട്ട് താതാത്മ്യേന അധ്യസിച്ചിരിക്കുന്ന അവസ്ഥയില്, പരസ്പരം ആരോപം വന്നു ചേർന്നിരിക്കുന്ന അവസ്ഥയില് അന്തഃകരണം സുഖി എന്ന് പറയേണ്ടടുത്ത് ഞാൻ സുഖി, അന്തഃകരണത്തിൽ മനസ്സിൽ ദേഷ്യമുണ്ട് എന്ന് പറയേണ്ട സമയത്ത് എനിക്ക് ദേഷ്യമുണ്ട്, മനസ്സിന് കോപമുണ്ട് എന്ന് പറയേണ്ട സമയത്ത് എനിക്ക് കോപമുണ്ട് എന്നിങ്ങനെ എല്ലാം എന്നോട് ചേർത്ത് നമ്മൾ ലോകത്ത് അനുഭവിക്കുകയും വ്യവഹരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ വരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് കാണിച്ചുകൊണ്ട് വാസ്തവത്തിൽ ഇതൊന്നും ആത്മാവിന്റെ വികാരങ്ങളല്ല എന്ന് പറഞ്ഞു നിർത്തുകയാണ്. ഇനി ഇടയിലുള്ള ഒരു വിചാരമാണ് നനു അന്തഃകരണസ്യ ഇന്ദ്രിയതയാ അതീന്ദ്രിയത്വ കഥം അഹമിതി പ്രത്യക്ഷ വിഷയത ഇതി ഉച്യതേ ന താവത് അന്തഃകരണം ഇന്ദ്രിയമിത്യത്ര മാനമസ്തി എന്ന് പറഞ്ഞൊരു ഇതൊരു ഇടയിലുള്ള ഒരു വിചാരമാണ്. ഈ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഇതിന്റെ താല്പര്യം ഞാൻ പറയാം. ഇപ്പൊ വീണ്ടും നൈയായികൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അന്തഃകരണത്തിന്റെ പരിണാമങ്ങളാണ് ഈ പറയുന്ന സുഖദുഃഖ ദ്വേഷ കോപ മോഹാദികളൊക്കെ അന്തഃകരണത്തിന്റെ പരിണാമമാണെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ഈ അന്തഃകരണം ഇന്ദ്രിയവേദ്യമായിട്ടുള്ള ഒന്നാണോ എന്നൊരു ചോദ്യം വരും. അന്തഃകരണം മനസ്സ് നമ്മളുടെ ഉള്ളിലുള്ളത് നമുക്ക് പ്രത്യക്ഷമായിട്ട് അറിയാൻ കഴിയുന്നുണ്ടോ? നമ്മളുടെ ഉള്ളിൽ മനസ്സുണ്ട് എന്നുള്ളത് പ്രത്യക്ഷമാണോ? അല്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ. മനസ്സ് ഉള്ളിൽ നമ്മളുടെ ഉള്ളിലുള്ള മനസ്സ് പ്രത്യക്ഷമായ ഒന്നല്ല. എന്താ കാരണം? ഇന്ദ്രിയങ്ങളൊക്കെ അതീന്ദ്രിയമാണെന്നൊരു നിയമം നൈയായികന്മാർ വെച്ചിട്ടുണ്ട്. ഇന്ദ്രിയങ്ങളൊക്കെ അതീന്ദ്രിയങ്ങളാണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇന്ദ്രിയങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷമായിട്ട് അറിയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആണോ? അല്ലേ? ആണോ ചോദിച്ചാൽ ആണ് എന്ന് പറയരുത്. ചിന്തിച്ച് പറയൂ. ഇന്ദ്രിയങ്ങൾ നിങ്ങൾക്ക് പ്രത്യക്ഷമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ആണോ? ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണ്, മൂക്ക്, ചെവി, ഇതൊക്കെയല്ലേ ഇന്ദ്രിയങ്ങൾ. ഇതൊന്നും പ്രത്യക്ഷല്ലേ? അല്ലേ? ആണോ അല്ലയോ? രണ്ടഭിപ്രായമുണ്ട്. കണ്ണ് പ്രത്യക്ഷമല്ലേ? കണ്ണുണ്ടെന്നുള്ളത് നമുക്ക് പ്രത്യക്ഷമായിട്ട് അറിയാൻ കഴിയുന്ന കാര്യമല്ലേ? കാതുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ഇതൊക്കെ പ്രത്യക്ഷമല്ലേ? അല്ലാത്രേ. അല്ല എന്നാണ് പറയുന്നത് നൈയായികന്മാര്. എന്താ അവരങ്ങനെ പറയാൻ കാരണം? കണ്ണ് നോക്കൂ മനസ്സിലാക്കണം. കണ്ണ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇതല്ല. നിങ്ങൾ ഈ ഓപ്പറേറ്റ് ചെയ്ത് ശരിയാക്കുന്ന ഒരു സാധനമല്ലേ, ഇതിന്റെ പേര് കണ്ണ് എന്നല്ല, ഇതിന്റെ പേര് നേത്ര ഗോളകം എന്നാണ്. ഈ കാണുന്ന സ്ഥൂലമായിട്ട് കാണുന്ന അങ്ങനെ തുറിച്ച് കാണുന്ന ഇതല്ല കണ്ണ്. അതിന്റെ പിന്നില് ഒരു ശക്തി ഇരിക്കുന്നുണ്ട്, അതാണ് കണ്ണ്. കണ്ണ് നേത്രേന്ദ്രിയം എന്ന് പറഞ്ഞാൽ വാസ്തവത്തില് നിങ്ങൾ ഈ കാണുന്നതല്ല, ഇതിന് ഗോളകം എന്നാണ് പേര്, നേത്ര ഗോളകം. അതേപോലെ ശ്രോത്രേന്ദ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്ത് നിൽക്കുന്ന ഇതല്ല ശ്രോത്രേന്ദ്രിയം, അതിനകത്തുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതുമല്ല ശ്രോത്രേന്ദ്രിയം.
അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന മറ്റൊരു വസ്തുവാണ് ശ്രോത്രേന്ദ്രിയം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്ഥൂലമായിട്ട് കാണുന്ന വസ്തുക്കളെ അല്ല ഇന്ദ്രിയം ഇന്ദ്രിയം എന്ന ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുന്നത്. അപ്പോ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളൊക്കെ അതീന്ദ്രിയങ്ങളായിട്ടുള്ള വസ്തുക്കളാണ്. ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയവേദ്യമല്ല എന്നർത്ഥം. അപ്പോൾ ആ ഒരു നിലപാടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ചോദ്യം വരും, ഈ മനസ്സ് എന്ന് പറയുന്നത് ഒരു ഇന്ദ്രിയമാണല്ലോ, ഇന്ദ്രിയമാണെങ്കിൽ അത് ഒരിക്കലും ഇന്ദ്രിയവേദ്യമല്ല എന്ന് പറയേണ്ടി വരും. മനസ്സ് ഇന്ദ്രിയവേദ്യമല്ല എന്ന് വെച്ച് വന്നു കഴിഞ്ഞാൽ എന്താ വരിക? മനസ്സിന്റെ പരിണാമങ്ങളും ഇന്ദ്രിയവേദ്യമല്ല എന്ന് വരും. ആണോ അല്ലയോ? മണ്ണ് ഇന്ദ്രിയവേദ്യമല്ലെങ്കിൽ മണ്ണിന്റെ പരിണാമമായിരിക്കുന്ന ഘടം ഇന്ദ്രിയവേദ്യമാവുമായിരുന്നില്ല. ഇന്ദ്രിയവേദ്യം എന്നുള്ള വാക്ക് ഞാൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. അതിനർത്ഥം അറിയാലോ, ഇന്ദ്രിയം കൊണ്ട് പ്രത്യക്ഷമായിട്ട് അറിയാൻ കഴിയുന്നത് എന്ന അർത്ഥത്തിലാണ് ഇന്ദ്രിയവേദ്യം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. നോക്കൂ, ഒരു വസ്തു, നിങ്ങൾ ലോകത്തിലുള്ള വസ്തുക്കളെ മനസ്സിൽ വെച്ചിരിക്കണം, അപ്പോഴേ അത് പറയണ മനസ്സിലാവുള്ളൂ. ഒരു വസ്തു ഇന്ദ്രിയവേദ്യം അല്ലെങ്കിൽ അതിന്റെ പരിണാമങ്ങൾ ഇന്ദ്രിയവേദ്യമാവുമോ? ഇല്ല. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്, മണ്ണ് എന്ന് പറയുന്നത് ഇന്ദ്രിയവേദ്യം അല്ല എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ മണ്ണിന്റെ പരിണാമമായിരിക്കുന്ന ഘടം ഇന്ദ്രിയവേദ്യമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ലോകത്ത് അങ്ങനെ ഒരു നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സ് ഇന്ദ്രിയവേദ്യമല്ല എങ്കിൽ മനസ്സിന്റെ പരിണാമങ്ങളും ഇന്ദ്രിയവേദ്യമാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ വരില്ലേ? നിങ്ങൾ എന്താണ് പറഞ്ഞത്? കാമം, ക്രോധം മുതലായുള്ളതൊക്കെ മനസ്സിന്റെ പരിണാമങ്ങളാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കാമക്രോധാദികളൊക്കെ നമുക്ക് ഇന്ദ്രിയവേദ്യമല്ല എന്ന് വരും. പക്ഷെ അത് ശരിയല്ല. കാമക്രോധാദികൾ നമുക്ക് പ്രത്യക്ഷല്ലേ? ആണോ അല്ലയോ? ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ അനുഭവത്തെ പര്യാലോചന ചെയ്യണം. നിങ്ങൾക്ക് ഒരു വിഷയത്തിനോട് വല്ലാത്ത അടുപ്പം വന്നു, ഇത് എനിക്ക് ഇഷ്ടമാണ്, അതിനോട് രാഗം വരുന്നു, ഇച്ഛ വരുന്നു, അത് വന്നു നിങ്ങൾക്ക് വേറൊരാൾ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം തന്നെ അറിയില്ലേ അത്? എനിക്ക് ദേഷ്യം വന്നു, എനിക്ക് ദേഷ്യം വന്നുണ്ടോ ഇല്ലയോ, അങ്ങനെ സംശയം ഉണ്ടോ? അപ്പൊ നമുക്ക് വരുന്ന, മനസ്സിൽ വരുന്ന കോപം വന്നു, ദേഷ്യം വന്നു, ക്രോധം വന്നു, ഭയം വന്നു, സുഖം വന്നു, ദുഃഖം വന്നു. അപ്പൊ നിങ്ങൾക്ക് വരുന്ന മനസ്സിന്റെ വികാരങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വയം പ്രത്യക്ഷമായിട്ട് അറിയാൻ കഴിയുന്നവയാണല്ലോ. ആണോ അല്ലയോ? ആണ്. ഈ പറയുന്ന വികാരങ്ങളൊക്കെ എന്തിന്റെ പരിണാമമാണെന്നാണ് പറഞ്ഞു വെച്ചത്? മനസ്സിന്റെ പരിണാമമാണെന്നാണ് പറഞ്ഞു വെച്ചത്. ഈ മനസ്സ് ഇന്ദ്രിയവേദ്യമല്ലായിരുന്നുവെങ്കിൽ മനസ്സിന്റെ പരിണാമങ്ങൾ എങ്ങനെയാണ് ഇന്ദ്രിയവേദ്യമാകുക? ശരിയല്ലേ? അതുകൊണ്ട് മനസ്സും ഇന്ദ്രിയവേദ്യമാണ് എന്ന് അംഗീകരിച്ചേ മതിയാവൂ എന്നൊരവസ്ഥയുണ്ട്. അപ്പൊ അവിടെയാണ് പ്രശ്നം വരുന്നത്. മനസ്സ് ഇന്ദ്രിയമാണെങ്കിൽ യദ്യത് ഇന്ദ്രിയം തത്സർവം ഇന്ദ്രിയവേദ്യം ന എന്നൊരു വ്യാപ്തിയുണ്ട്. എന്താണ് നിയമം? ഇന്ദ്രിയങ്ങളൊന്നും ഇന്ദ്രിയവേദ്യങ്ങളല്ല. പറയുന്ന സമയത്ത് അത് ഉൾക്കൊള്ളണം. ഇന്ദ്രിയങ്ങളൊന്നും പ്രത്യക്ഷങ്ങളല്ല. ഇന്ദ്രിയവേദ്യങ്ങളല്ല എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷങ്ങളല്ല. ഇന്ദ്രിയങ്ങളൊന്നും തന്നെ പ്രത്യക്ഷങ്ങളല്ല എന്നൊരു നിയമം ഉണ്ട്. മനസ്സ് ഇന്ദ്രിയമാണോ? ഇന്ദ്രിയമാണ്. അങ്ങനെയാണെങ്കിൽ മനസ്സ് ഇന്ദ്രിയമാണ്. അങ്ങനെയാണെങ്കിൽ മനസ്സ് പ്രത്യക്ഷമല്ല. മനസ്സ് പ്രത്യക്ഷമല്ലെങ്കിൽ മനസ്സിന്റെ വൃത്തികളും പ്രത്യക്ഷമല്ല. മനസ്സിന്റെ വൃത്തികൾ പ്രത്യക്ഷമല്ല എന്ന് വരികയാണെങ്കിൽ എന്ത് വരും? നമുക്ക് വരുന്ന സുഖവും ദുഃഖവും ക്രോധവും ദ്വേഷവും ഭയവും ഒന്നും നമുക്ക് പ്രത്യക്ഷമായിട്ട് അനുഭവിക്കാൻ കഴിയില്ല എന്നൊരു ചോദ്യം വരും. ഈ ചോദ്യത്തിന് മറുപടി പറയാണ് വേദാന്തികള്, നിങ്ങൾ അതിന്റെ തുടക്കത്തിൽ തന്നെ പിടിച്ചാൽ മതി. മനസ്സ് ഇന്ദ്രിയമാണെന്ന് ഞാൻ സ്വീകരിക്കുന്നില്ല. ചെവി കേൾക്കുന്നില്ല എന്നുള്ളത് ചെവി കൊണ്ടാണ് അറിയുക. പക്ഷേ ചെവി കേൾക്കുന്നില്ല എന്നുള്ള അറിവ് ചെവി കൊണ്ടായിക്കോട്ടെ, ചെവി നിങ്ങൾക്ക് പ്രത്യക്ഷമാണെന്നോ ചോദിക്കുന്നത്. ഇവിടെ ഇന്ദ്രിയം എന്താണ്? ഇന്ദ്രിയം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ചെവിയാണ് ഇന്ദ്രിയം. ചെവി എന്ന് പറയുന്ന ഇന്ദ്രിയം പ്രത്യക്ഷമല്ല എന്നുള്ളതാണ് ശാസ്ത്രം. ഇന്ദ്രിയങ്ങളൊന്നും പ്രത്യക്ഷമല്ല എന്നുള്ളതാണ് നിയമം. അത് എങ്ങനെയാണ് ഞാൻ വ്യാഖ്യാനിച്ചു നോക്കൂ. ഇന്ദ്രിയം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന, ഈ പുറത്ത് കാണുന്ന വസ്തുവിനെ അല്ല ശാസ്ത്രത്തിൽ ഇന്ദ്രിയം എന്ന് പറയുന്നത്. അതിന്റെ പിന്നിലുള്ള ഒരു ശക്തിവിശേഷത്തെയാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത്. ശക്തിവിശേഷം നിങ്ങളുടെ ഭാഷയിൽ ഞാൻ പറയുന്നേ ഉള്ളൂ. അതിന്റെ പിന്നിലുള്ള സൂക്ഷ്മമായിരിക്കുന്ന മറ്റൊരു ദ്രവ്യത്തിനെയാണ് നമ്മൾ ഇന്ദ്രിയം എന്ന് പറയുന്നത്. അത് ആദ്യം ഉൾക്കൊള്ളണം.
അപ്പോഴേ ഈ പറയുന്നത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ കണ്ണ് നമുക്ക് പ്രത്യക്ഷമാണ്. കണ്ണാടിയിൽ കാണില്ലേ? കണ്ണ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് കാണില്ലേ? ഈ കാണുന്നത് എന്താണോ അത് നിങ്ങളുടെ ഇന്ദ്രിയത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു സാമഗ്രിയാണ്. ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ബ്രെയിൻ എന്ന് പറഞ്ഞുകൂടാ. ബ്രെയിൻ എന്ന് പറയുന്നത് ബുദ്ധിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാമഗ്രിയാണ്. അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആ സാമഗ്രി പോയി കഴിഞ്ഞാൽ ബുദ്ധി പ്രവർത്തിക്കില്ല സത്യമാണ്. പക്ഷേ ബ്രെയിൻ എന്ന് പറയുന്നത് തന്നെ, ബ്രെയിൻ ഇറ്റ്സെൽഫ് ഈസ് നോട്ട് ബുദ്ധി. ബ്രെയിൻ എന്ന് പറയുന്നത് ബുദ്ധിയല്ല. ബ്രെയിൻ എന്ന് ഉള്ളത് കൊണ്ടാണ് ബുദ്ധി പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞോളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഇന്ദ്രിയം എന്ന് പറയുന്നത് നമ്മൾ ലോകത്ത് പറയുന്ന കണ്ണ്, മൂക്ക് ഇതല്ല. അതിന്റെ പിന്നിലുള്ള മറ്റൊരു വസ്തുവിനെയാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത്. അത് പ്രത്യക്ഷമല്ല. അത് ഉണ്ടായെന്ന് നമ്മൾ ഊഹിക്കുകയാണ്. ചെവി ഉണ്ടായിരുന്നില്ലെങ്കിൽ, ചെവി എന്ന് പറയുന്ന ഒരു ഇന്ദ്രിയം ഉണ്ടായിരുന്നില്ലെങ്കിൽ കേൾക്കാൻ കഴിയുമായിരുന്നില്ല എന്ന യുക്തി വെച്ചിട്ട് അങ്ങനെ ഒരു ഇന്ദ്രിയം, ഒരു പദാർത്ഥമുണ്ട്, അതീന്ദ്രിയമായിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ അങ്ങനെ ഒന്നിനെ നമ്മൾ ഊഹിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അനുമാനം കൊണ്ട്. ഇതെല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അതുകൊണ്ട് കണ്ണ്, ചെവി മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങളൊന്നും തന്നെ പ്രത്യക്ഷമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന വസ്തുക്കളല്ല. അതേപോലെ തന്നെ മനസ്സും ഒരു ഇന്ദ്രിയമായിരുന്നുവെങ്കിൽ മനസ്സും പ്രത്യക്ഷമാവുമായിരുന്നില്ല. മനസ്സ് പ്രത്യക്ഷമാവേണ്ടാവേണ്ട എന്താ കുഴപ്പം ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സ് പ്രത്യക്ഷമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ മനസ്സിന്റെ വൃത്തികളും പ്രത്യക്ഷമല്ല എന്ന് വരും. മനസ്സിന്റെ വൃത്തികൾ പ്രത്യക്ഷമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന സുഖദുഃഖാദ്യ അനുഭവങ്ങൾ നമുക്ക് തന്നെ അറിയാൻ കഴിയുന്നതല്ല, പ്രത്യക്ഷമായിട്ട് അറിയാൻ കഴിയുന്നതല്ല എന്ന് വന്നു ചേർന്നേക്കാം. അപ്പോ അങ്ങനെ വരാൻ വയ്യ. അപ്പൊ നമ്മളുടെ അനുഭവമൊക്കെ തിരുത്തേണ്ടി വരും. അനവധാന. അതുകൊണ്ട് കണ്ണ് എന്ന് പറയുന്നത് നമ്മൾ പലതരത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറയുന്ന സമയത്ത് പല പ്രോസസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കണ്ണ് മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. കണ്ണുകൊണ്ട് കാണുന്ന സമയത്ത് കണ്ണ് എന്ന് പറയുന്ന ഒരു ഇന്ദ്രിയമുണ്ട്. ആ ഇന്ദ്രിയത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമുള്ള ഒരു ഗോളകമുണ്ട്. ആ ഗോളകത്തിലൂടെ ചക്ഷുരേന്ദ്രിയം വിഷയവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. വിഷയത്തിലെ പ്രകാശത്തിന്റെ സംബന്ധമുണ്ട്. ആ സമയത്ത് ഇന്ദ്രിയം പുറത്തു വന്ന സമയത്ത് ഇന്ദ്രിയം മുഖേന നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്ന അന്ധക്കരണം പരിണമിച്ച് വിഷയവുമായി ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെ വിഷയവുമായി ബന്ധപ്പെടുന്ന സമയത്ത് ആ പരിണാമത്തിൽ ആത്മസ്വരൂപം പ്രകാശിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴാണ് ഇതം അഹം പശ്യാമി എന്നുള്ള അനുഭവം നമുക്ക് ഉണ്ടാവുന്നത്. ഇത്രയും പ്രോസസ്സ് അതിന്റെ പിന്നിലുണ്ട്. ഇതിനൊക്കെ പുറമെ ആ വിഷയാനുഭവം ഉണ്ടാവുന്നതിന് കാരണമായിട്ടുള്ള അദൃഷ്ടം വേണം. അതൊക്കെ വേണം. സാധാരണ കാരണങ്ങൾ, കാലം, ദേശം, അദൃഷ്ടം, ഇതിൽ ഏതെങ്കിലും ഒന്നും പോയി കഴിഞ്ഞാൽ മനസ്സ് വിഷയവുമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്നൊക്കെയാ. ഇന്ദ്രിയവുമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ മനസ്സ് ബന്ധപ്പെടുന്നില്ല. മനസ്സ് ആ വിഷയത്തിന്റെ ആകാരത്തിൽ പരിണമിച്ചില്ല എന്നൊക്കെയാ. സാറ് പറഞ്ഞതുപോലെ മനോനവസ്ഥാന, മനസ്സ് വിഷയവുമായിട്ട് ബന്ധപ്പെടുന്നില്ല. അപ്പോൾ പ്രത്യക്ഷജ്ഞാനം ഉണ്ടാവില്ല. കാരണം ഈ പ്രത്യക്ഷജ്ഞാനം എന്ന് പറയുന്നത് തന്നെ വിഷയാകാരത്തിൽ പരിണമിച്ച ആ മനോവൃത്തിയിൽ സംഭവിച്ച ആത്മചൈതന്യത്തിന്റെ പ്രതിഫലനത്തിനെയാണ് നമ്മൾ വിഷയജ്ഞാനം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ വേണം അവിടെ. അപ്പൊ അതില് മനോവൃത്തിയെ നമ്മൾ പ്രത്യക്ഷമായിട്ട് അറിയുന്നുണ്ട് എങ്കിൽ മനസ്സ് എന്ന് പറയുന്ന പദാർത്ഥം പ്രത്യക്ഷമാണ് എന്ന് അംഗീകരിക്കേണ്ടതായിട്ട് വരും. മനസ്സ് പ്രത്യക്ഷമാണ് എന്ന് അംഗീകരിക്കേണ്ടി വരുമല്ലോ. അങ്ങനെ അംഗീകരിക്കണമെങ്കിൽ എന്തേ വഴിയുള്ളൂ? മനസ്സ് ഇന്ദ്രിയമല്ല എന്നൊരു തീരുമാനത്തിലെത്തണം. അതുകൊണ്ട് ആചാര്യൻ പറയാണ്, മനസ്സ് ഇന്ദ്രിയമല്ല. അന്ധക്കരണം ഇന്ദ്രിയം ഇത്യത്ര മാനം നാസ്തി. നൈയായികന്മാർ അങ്ങനെ സ്വീകരിച്ചോട്ടെ. ഞങ്ങളുടെ മതത്തില് മനസ്സ് ഇന്ദ്രിയമല്ല എന്ന ഒരു അഭിപ്രായം ഈ ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. അതിൽ ചില വിമർശനങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് ഇങ്ങനെ പോകാം. മനസ്സ് ഇന്ദ്രിയമല്ല. ഈ പറഞ്ഞ ചോദ്യത്തിന് വേറെയും പരിഹാരങ്ങൾ പറയാം. പക്ഷെ ഈ ഗ്രന്ഥകാരൻ പറയുന്ന പരിഹാരം എങ്ങനെയാണെന്ന് വെച്ചാൽ മതി. മനസ്സ് ഇന്ദ്രിയമല്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം മനസ്സ് ഇന്ദ്രിയമല്ല എങ്കിൽ പിന്നെ മനസ്സ് അതീന്ദ്രിയമാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇന്ദ്രിയമാണെങ്കിലല്ലേ അതീന്ദ്രിയമാണെന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ മനസ്സിനെ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങളും അതീന്ദ്രിയമാണെങ്കിലും മനസ്സ് അതീന്ദ്രിയമല്ല. മനസ്സ് എന്ന് പറയുന്നത് ഇന്ദ്രിയവേദ്യമായ ഒന്നാണ്. അതിന് പ്രത്യക്ഷമായിട്ട് നമുക്ക് മനസ്സിന്റെ കാരണം
മനസ്സിനെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? കേവലം മനസ്സായിട്ടല്ല, മനോവൃത്തികളായിട്ടാണ് അറിയുന്നത്. മനോവൃത്തികൾ നമുക്ക് അറിയുന്നുണ്ട്. മനോവൃത്തികളെയും നമ്മൾ മനോവൃത്തിയായിട്ട് അറിയുന്നില്ല. സുഖമായിട്ടോ സുഖം, ദുഃഖം, ദ്വേഷം, കോപം, ക്രോധം, ഭയം, ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും നമുക്കുണ്ട്. ഇപ്പൊ ലോകത്ത് മനസ്സിനെ നിങ്ങൾ പ്രത്യക്ഷമായിട്ട് അറിയുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയും. അതിനെന്താ കാരണം? മനസ്സെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അറിയാത്തതുകൊണ്ടാണ്. ലോകത്ത് നിങ്ങൾക്ക് പ്രത്യക്ഷമാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് പ്രത്യക്ഷമാണോ? എടുത്തൊടിക്കാൻ നിങ്ങൾ എന്താ മറുപടി പറയാ? അല്ല, എന്റെ മനസ്സൊന്നും എനിക്ക് പ്രത്യക്ഷമല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയണത്? മനസ്സെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് കൂടിയാണ്. നിങ്ങൾ അങ്ങനെ ഉത്തരം പറയരുത്. എന്താണ് ഈ മനസ്സ്? ആദ്യം പറയൂ. അങ്ങനെ ചോദിക്കണം. മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോധം, ദ്വേഷം മുതലായിട്ടുള്ള നിങ്ങളുടെ പല അനുഭവങ്ങളുണ്ടല്ലോ. ആ അനുഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതാതിന്റെ രൂപത്തിൽ പരിണമിക്കപ്പെടുന്ന ഒരു ദ്രവ്യമാണ്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അത് പ്രത്യക്ഷമാണ്. പ്രത്യക്ഷമാണ്. ക്രോധവും ദ്വേഷവും ഒക്കെ നമുക്ക് പ്രത്യക്ഷമാണല്ലോ. എനിക്ക് ക്രോധം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ക്രോധം, ഇല്ലേ? പ്രത്യക്ഷമാണെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പ്രത്യക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രം അർത്ഥം ധരിക്കരുത്. ശ്രദ്ധിക്കണം. കണ്ണുകൊണ്ട് കാണുന്നത് മാത്രം അർത്ഥമല്ല. കണ്ണുകൊണ്ട് കാട്ടുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത് ഒക്കെ പ്രത്യക്ഷല്ലേ. അതിന്റെ കൂട്ടത്തില് എനിക്ക് ക്രോധം ഉണ്ടായി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ആ ഫീലിംഗ് കിട്ടുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ സ്വയം അറിയുന്നുണ്ടോ ഇല്ലയോ? അത് തന്നെയാണ് അതിന്റെ പ്രത്യക്ഷം. സ്വയം ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്രോധം പ്രത്യക്ഷമാണ്. നിങ്ങളിൽ ഉണ്ടാവുന്ന ക്രോധം നിങ്ങൾക്ക് പ്രത്യക്ഷമാണ്. നിങ്ങളിൽ ഉണ്ടാവുന്ന സ്നേഹം നിങ്ങൾക്ക് പ്രത്യക്ഷമാണ്. എല്ലാ വികാരങ്ങളും നിങ്ങൾക്ക് പ്രത്യക്ഷമാണ്. അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നില്ല? ഉണ്ട്. ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉറക്കെ പറയൂ. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എന്താന്ന് മനസ്സിലാക്കണേ. ഇല്ലെങ്കിൽ നിങ്ങളെ അംഗീകരിപ്പിച്ചതിന് ശേഷം ഞാൻ വിളിക്കുള്ളൂ. അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല ചോദ്യം വരും. അപ്പൊ നമ്മളുടെ വികാരങ്ങളൊക്കെ നമുക്ക് പ്രത്യക്ഷമല്ലേ? ആണ്. അത്രയും മതി. ബാക്കി നമ്മൾ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ വരുമ്പോൾ നിങ്ങളുടെ വികാരം എന്ന് പറഞ്ഞാൽ എന്താണ് അത് നിങ്ങൾക്ക് അറിയില്ല. വികാരങ്ങൾ അത്രേ അറിയുള്ളൂ. അത് സയൻസിന് ഒരു ഭാഷ ഉണ്ടാവും, നമ്മളുടെ വേദാന്ത ശാസ്ത്രത്തിന് മറ്റൊരു ഭാഷ ഉണ്ടാവും, നൈയായികന്മാർക്ക് ഒരു ഭാഷ ഉണ്ടാവും. സയൻസുകാരോട് ചോദിച്ചു നോക്കൂ, എന്താണ് ക്രോധം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടേതായിട്ടൊരു ഭാഷയുണ്ട് അവർക്ക്. ഇന്നർ കറൻസ് എന്ന് പറയുന്നത്, ഇന്നർ കറൻസ്, ഇമ്പൾസസ്, ഇങ്ങനെ ചില ശബ്ദങ്ങൾ അവർ ഉപയോഗിക്കും. ഇതൊക്കെ സാങ്കേതിക ശബ്ദങ്ങളാണ്, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്ത് സങ്കേതം ഉപയോഗിച്ച് വ്യാഖ്യാനിച്ചാലും ശരി, ഏതോ ഒരു സങ്കേതത്തെ ഉപയോഗിച്ച് അതിനെ വ്യാഖ്യാനിക്കേണ്ടുന്ന ഭാരം എല്ലാ ശാസ്ത്രകാരന്മാർക്കും ഉണ്ട്. നമ്മൾ എന്ത് പറയുന്നു? ഇത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ചില ഹോർമോൺസ് ഉള്ളതായിട്ട് പറയും. ഉണ്ടായിക്കോട്ടെ, നമുക്ക് എന്താ വിരോധം? ഹോർമോൺസ് ഉണ്ടായിക്കോട്ടെ, അതുകൊണ്ടൊന്നും വിരോധമില്ല. എന്ന് വെച്ച് ഈ പറയുന്ന പ്രക്രിയയൊക്കെ തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ പറയുന്നത് എന്താണ്? മനസ്സ് എന്ന് പറയുന്ന ഒരു സൂക്ഷ്മമായ ദ്രവ്യമുണ്ട്, അതിന്റെ പരിണാമങ്ങളാണ് ഇതൊക്കെ. ആ പരിണാമങ്ങൾ നിങ്ങൾക്ക് പ്രത്യക്ഷമാണോ? പ്രത്യക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സ് പ്രത്യക്ഷമാണ്, നിങ്ങൾ അംഗീകരിച്ച പോലെ തന്നെ ആയിത്തീർന്നു. അതുകൊണ്ട് മനോവികാരങ്ങളൊക്കെ പ്രത്യക്ഷമാണ്. മനസ്സ് എന്ന് പറയുന്നത് ഒരു ഇന്ദ്രിയമല്ല എന്നുള്ള നിലപാടിൽ ഇവിടെ ഇദ്ദേഹം നിർത്തിയിരിക്കുകയാണ്. അതിനുശേഷം ചില ചർച്ചകൾ വരുന്നുണ്ട്. മനസ്സ് ഇന്ദ്രിയമല്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഗീതാവാക്യങ്ങൾ ചിലത് അതിന് വിരുദ്ധമായിട്ടുള്ള കാണുന്നുണ്ട്. മനഃഷ്ഠാനി ഇന്ദ്രിയാണി എന്ന് ഗീതയിലുണ്ട്. ഇന്ദ്രിയങ്ങള് മനഃഷ്ഠാനി ഇന്ദ്രിയാണി എന്ന് പറയുന്നുണ്ട്. അപ്പോ മനസ്സും ഇന്ദ്രിയമാണെന്നല്ലേ വരിക? മനസ്സ് ഇന്ദ്രിയമല്ലെങ്കിൽ മനഃഷ്ഠാനി, മനസ്സിനോട് കൂടി 6 ഇന്ദ്രിയങ്ങള് എന്ന് ഗീതയിൽ പറയുന്നില്ലേ? മനഃഷ്ഠാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കരിഷതി ഗീതയിലുണ്ട്. മനസ്സിനോട് കൂടി 6 ഇന്ദ്രിയങ്ങള് എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. അപ്പൊ മനസ്സ് ഇന്ദ്രിയല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ വാക്യം തെറ്റിപ്പോവില്ലേ ചോദ്യം. അപ്പൊ അതിന് മറുപടി പറഞ്ഞു, അതൊന്നും സാരമില്ല. മനസ്സ് ഇന്ദ്രിയമല്ല എന്ന് വെക്കുക. ഇന്ദ്രിയമല്ല എന്ന് വെച്ചാലും മനഃഷ്ഠാനി ഇന്ദ്രിയാണി എന്നൊക്കെ പറയാൻ പറ്റും. അതിന് ഉദാഹരണം പറഞ്ഞു. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാഭാരത പഞ്ചമാൻ വേദാൻ അധ്യാപയാമാസ മഹാഭാരത പഞ്ചമാൻ എന്ന പോലെ എടുത്താൽ മതി. വേദാൻ അധ്യാപയാമാസ, വേദങ്ങളെയൊക്കെ പഠിപ്പിച്ചു. മഹാഭാരത പഞ്ചമാൻ വേദാൻ, മഹാഭാരതത്തോടു കൂടി 5 വേദങ്ങളെ പഠിപ്പിച്ചു. മഹാഭാരതം വേദമല്ല. മഹാഭാരതം വ്യാസൻ നിർമ്മിച്ച ഒരു ഇതിഹാസമാണ്, അത് വേദമല്ല. വേദങ്ങൾ 4.
പിന്നെ എങ്ങനെ മഹാഭാരത പഞ്ചമാൻ വേദാൻ എങ്ങനെയാ പ്രയോഗിക്കുന്നത്? ആ വേദം ആയിക്കോളും നിർബന്ധമല്ലേ. മഹാഭാരതത്തോടൊപ്പം 4 വേദങ്ങളെ പഠിപ്പിച്ചു. വേദങ്ങൾ 4 ഉള്ളൂ എങ്കിലും മഹാഭാരത പഞ്ചമാൻ വേദാൻ അധ്യാപയാമാസ എന്നിങ്ങനെ ഒരു വാക്യമില്ലേ ഉണ്ടല്ലോ, അതേപോലെ എടുത്താൽ മതി. മനഃഷ്ഠാനി ഇന്ദ്രിയാണി എന്ന് വെച്ച് ഒരു വാക്യമുണ്ട് എന്നുള്ളത് കൊണ്ട് മനസ്സും ഇന്ദ്രിയമാണ് എന്ന് പറഞ്ഞേ മതിയാവൂ എന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള വ്യവഹാരങ്ങൾ വരാം. അങ്ങനെ അതിനെ എടുത്താൽ മതി എന്ന്. അതേപോലെ ഒരു വൈദിക ഉദാഹരണം, യജമാന പഞ്ചമ ഇടാം ഭക്ഷയന്തി, ആയിക്കോട്ടെ, അത് ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയൊക്കെ പല ഉദാഹരണങ്ങളും ഇതിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഈ മനഃഷ്ഠാനി ഇന്ദ്രിയാണി എന്നൊരു വാക്യമുള്ളത് കൊണ്ട് മാത്രം മനസ്സ് ഇന്ദ്രിയമാണെന്ന് നമ്മൾ അംഗീകരിച്ചോളണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ അങ്ങനെ അംഗീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത്രയേ ഉള്ളൂ ഇപ്പൊ അഭിപ്രായം. മാത്രമല്ല, മനസ്സ് ഇന്ദ്രിയമല്ല എന്നുള്ളതിന് ചില പ്രമാണങ്ങൾ ഗീതയിൽ നിങ്ങൾ ഗീതാവാക്യം ഉദാഹരിച്ച് കാണിക്കാം, ഞാൻ കഠോപനിഷത്ത് വാക്യം ഉദാഹരിച്ച് കാണിക്കാം. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാഹ അർത്ഥേഭ്യശ്ച പരം മനഃ എന്ന് കാണുന്നുണ്ട്. കഠോപനിഷത്തിലുള്ള വാക്യാണ്. ഈ വാക്യം കണ്ടാൽ നമുക്ക് മനസ്സിലാവും മനസ്സ് ഇന്ദ്രിയം അല്ല എന്നുള്ളതിന് അനുകൂലമായിട്ടുള്ള വാക്യമാണ്. മനസ്സ് ഇന്ദ്രിയം അല്ല എന്നുള്ളതിന് അനുകൂലമായിട്ടുള്ള വാക്യം ഉണ്ടെന്ന് കാണിക്കുകയാണ്. എങ്ങനെയാണ് ഈ വാക്യം നോക്കൂ. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാഹ, ഇന്ദ്രിയങ്ങളിൽ നിന്ന് അർത്ഥങ്ങൾ ഉത്കൃഷ്ടങ്ങളാണ്. അർത്ഥേഭ്യശ്ച പരം മനഃ, അർത്ഥങ്ങളിൽ നിന്ന് മനസ്സ് ഉത്കൃഷ്ടമാണ് എന്നാണ് പറയുന്നത്. ഈ വാക്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഈ ശ്രുതി കണ്ടു കഴിഞ്ഞാൽ മനസ്സ് ഇന്ദ്രിയമല്ല എന്നുള്ളതിന് അനുകൂലമായിട്ടുള്ള ശ്രുതിയാണ്. ആണോ അല്ലയോ? കാരണം എന്താണ്? ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാഹ എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് അർത്ഥേഭ്യശ്ച പരം മനഃ. അപ്പൊ മനസ്സ് ഇന്ദ്രിയായിരുന്നുവെങ്കിൽ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ എന്നുള്ളവിടെ തന്നെ മനസ്സ് പെട്ടില്ലേ? മനസ്സിലാവുണ്ടല്ലോ? നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കണം. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ എന്ന് പറയുന്നു ഒരു വാക്യമുണ്ട്. മനസ്സ് ഇന്ദ്രിയമായിരുന്നുവെങ്കിൽ ഇന്ദ്രിയേഭ്യ പരാഹ എന്ന് പറയുന്നിടത്ത് മനസ്സ് പെട്ടില്ലേ? പെട്ടൂല്ലോ. മനസ്സ് ഇന്ദ്രിയാണെങ്കിൽ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ എന്ന് പറഞ്ഞിടത്ത് മനസ്സും ഇന്ദ്രിയേഭ്യ എന്ന് പറഞ്ഞിടത്ത് മനസ്സും പെട്ടു. പിന്നെ അർത്ഥേഭ്യശ്ച പരം മനഃ എന്ന് എങ്ങനെ എടുത്തു പറയാൻ പറ്റുക? പറയാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ ശ്രുതിയിൽ അങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇന്ന് മനസ്സിലാക്കാം, ഈ ശ്രുതിയുടെ അഭിപ്രായം എന്താണ്? മനസ്സ് ഇന്ദ്രിയ അല്ല എന്നാണ്. മനസ്സ് ഇന്ദ്രിയ ആയിരുന്നുവെങ്കിൽ, മനസ്സ് ഇന്ദ്രിയമായിരുന്നുവെങ്കിൽ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാഹ എന്ന് പറഞ്ഞതിന് ശേഷം അർത്ഥേഭ്യശ്ച പരം മനഃ എന്ന് പറയാൻ പാടില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞു കാണാണ്ട്. യുക്തി സ്പഷ്ടല്ലേ? ആണോ അല്ലയോ? അപ്പോ അതൊന്ന് മനസ്സിലാക്കാം, മനസ്സ് ഇന്ദ്രിയമല്ല. തൽക്കാലം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം അങ്ങനെ നിർത്തുക. ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഇന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സ് ഇന്ദ്രിയമല്ല, പ്രത്യക്ഷവേദ്യമാണ്. അതിന് അനേകം വൃത്തികൾ സംഭവിക്കുന്നുണ്ട്. വൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ പരിണാമങ്ങളാണ്. ഈ മനോവൃത്തികളെല്ലാം തന്നെ നമ്മളൊക്കെ എന്നിലുള്ളതായിട്ട് ആണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കോപിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു, ഞാൻ ഭയപ്പെടുന്നു എന്നിങ്ങനെ എന്നിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ ഈ വികാരങ്ങളൊക്കെ മനസ്സിന്റെ വികാരങ്ങളാണ്. ആ മനസ്സും ഞാനും തമ്മിൽ വേർതിരിച്ചറിയാത്തത് കൊണ്ടാണ് എനിക്ക് സുഖമുണ്ട്, എനിക്ക് ദുഃഖമുണ്ട് മുതലായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് സംഭവിക്കുന്നത്. വാസ്തവത്തിൽ മനസ്സ് വേറെയാണ് എങ്കിലും ഇത് രണ്ടും തമ്മിൽ താദാത്മ്യാധ്യാസം സംഭവിക്കുന്നു. അങ്ങനെ മനസ്സിന് അനേകം വൃത്തികൾ ഉള്ളതിൽ ഒരു വൃത്തിയാണ് ഈ, അതിനെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് വൃത്തിയെ ജ്ഞാനം എന്ന് പറഞ്ഞത്? വാസ്തവത്തിൽ വൃത്തിയല്ല ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ സ്വരൂപം തന്നെയാണ് എന്നിരിക്കെ കൂടെ മനോവൃത്തിയെ നമ്മൾ ജ്ഞാനം എന്ന് പറയാൻ കാരണം എന്താണ്? മനോവൃത്തിക്ക് കാര്യമായിട്ടുള്ള ഒരു പങ്കുണ്ട്. വിഷയപ്രത്യക്ഷം നടക്കുന്ന സമയത്ത് വിഷയാകാരേണ ഒരു മനോവൃത്തി പരിണമിക്കുകയും ആ മനോവൃത്തിയിൽ ആത്മസ്വരൂപം പ്രതിഫലിക്കുകയും ചെയ്യുന്ന സമയത്താണ് നമുക്ക് വിഷയങ്ങളെ അറിയാൻ കഴിയുന്നത്. ആ മനോവൃത്തിയിൽ പ്രതിഫലിക്കുന്ന ആത്മചൈതന്യം തന്നെയാണ് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നത്. ആത്മചൈതന്യം എങ്ങനെയാണ് വിഷയത്തെ പ്രകാശിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മചൈതന്യത്തെ ആരാണ് പ്രകാശിപ്പിച്ചത്? വീണ്ടും ഒരു ചോദ്യം വരും. അതിന് ഉത്തരം എന്താണ്? ആത്മചൈതന്യത്തെ മറ്റൊരാൾ പ്രകാശിപ്പിക്കേണ്ട കാര്യമില്ല. ആത്മചൈതന്യം സ്വപ്രകാശമാണ്. ഇപ്പോ ഈ ഒരു സൈക്കിൾ മനസ്സിലായോ? ആത്മചൈതന്യം സ്വപ്രകാശമാണ്. അത് മറ്റൊന്നിനാൽ പ്രകാശിക്കപ്പെടുന്നതല്ല, അത് മറ്റെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതാണ്.
അങ്ങനെയുള്ള ആത്മചൈതന്യം എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ അന്ധകരണത്തിനാൽ പരിച്ഛിന്നമായി, മനസ്സിനാൽ പരിച്ഛിന്നമായി. ആ പരിച്ഛിന്നമാവുന്ന അവസ്ഥയിലും ആണെങ്കിൽ കൂടി ആ മനോവൃത്തി ഏത് വിഷയവുമായിട്ടാണോ ബന്ധപ്പെടുന്നത് ആ വൃത്തിയിൽ ആത്മസ്വരൂപം പ്രതിഫലിക്കും. പ്രതിഫലിക്കുന്ന സമയത്ത് ആ പ്രതിഫലിക്കുന്ന ചൈതന്യം സ്വപ്രകാശമാണ്. അത് ആ വിഷയത്തെ പ്രകാശിപ്പിക്കും. ആ വിഷയത്തെ പ്രകാശിപ്പിക്കുന്ന സമയത്ത് ഇതം അഹം പശ്യാമി എന്നുള്ള അനുഭവം നമുക്ക് സംഭവിക്കും. അങ്ങനെയാണ് നമ്മളുടെ പ്രത്യക്ഷ ജ്ഞാനങ്ങൾ ഉണ്ടാവുന്നത്. ഇതാണ് ഇന്ന് പറഞ്ഞതിന്റെ സാരാംശം. ബാക്കി നാളെ.